കണ്ണുകൾക്ക് കുളിർമയേകുന്ന നീലക്കടൽ, മുഖത്ത് തഴുകുന്ന ഉപ്പുകാറ്റ്, ചക്രവാളത്തിലേക്ക് കുതിക്കുന്ന ഹിസ്പാനിയോള എന്ന രാജകീയമായ കപ്പൽ, ദൂരെ മഞ്ഞുകണങ്ങൾക്കിടയിൽ തെളിയുന്ന ആ പച്ചത്തുരുത്ത്. അതൊരു സ്വർഗമല്ല, അതാണ് ട്രഷർ ഐലൻഡ്. 7.5 ലക്ഷം പൗണ്ട് സ്വർണവും അതിനേക്കാൾ ഭാരമുള്ള രഹസ്യങ്ങളും ഉറങ്ങുന്ന മണ്ണ്. അവിടെ ഓരോ മണൽത്തരിയിലും ചോരയുടെ ഗന്ധമുണ്ട്. സുഹൃത്തെന്ന് വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ ശത്രുക്കളായി മാറാൻ പോകുന്ന നിമിഷം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ ഒരു തീരപ്രദേശത്തേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1700കളുടെ മധ്യകാലഘട്ടം. കടൽ കൊള്ളക്കാരുടെ സുവർണകാലം അസ്തമിച്ചിട്ടില്ലാത്ത, നാവികരും സാഹസികരും കടലിൽ നിയമം കയ്യിലെടുത്തിരുന്ന ഒരു കാലം. സമുദ്രത്തിൻ്റെ ഉപ്പുരസവും വെടിമരുന്നിൻ്റെ ഗന്ധവും നിധി തേടിയുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹവും ഒത്തുചേരുന്ന ട്രഷർ ഐലൻഡ് എന്ന ഈ വിസ്മയ കഥ സാഹിത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാഹസിക നോവലുകളിലൊന്നാണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ ഈ ഇതിഹാസം ജിം ഹോക്കിൻസ് എന്ന ഒരു ബാലന്റെ കണ്ണിലൂടെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവൻ്റെ കൈകളിലേക്ക് അവിചാരിതമായി വന്നുചേരുന്ന ഒരു ഭൂപടം, അതൊരു വലിയ നിധിയിലേക്കുള്ള വഴികാട്ടിയായിരുന്നു. എന്നാൽ ആ ഭൂപടത്തിനു പിന്നാലെ ക്യാപ്റ്റൻ ഫ്ലിന്റ് എന്ന ഭീകരനായ കടൽ കൊള്ളക്കാരൻ്റെ പ്രേതങ്ങളും ഒറ്റക്കാലുള്ള ലോങ് ജോൺ സിൽവർ എന്ന കൗശലക്കാരനും വന്നെത്തുന്നതോടെ ജിമ്മിൻ്റെ ജീവിതം തലകീഴായി മറിയുന്നു. ഈ കഥ കേവലം ഒരു നിധിവേട്ടയല്ല, ഇത് ധൈര്യത്തിൻ്റെയും ചതിയുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ്. നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച ദ്വീപുകളും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സമുദ്രയാത്രകളും അവസാന നിമിഷം വരെ നിലനിൽക്കുന്ന ആകാംക്ഷയും ഈ കഥയെ അനശ്വരമാക്കുന്നു. ഒരു നിമിഷം സുഹൃത്തുക്കളെ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. കഥ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലെ വിജനമായൊരു കടൽ തീരത്താണ്. അഡ്മിറൽ ബെൻബോ എന്ന പേരുള്ള അധികമാരും എത്തിപ്പെടാത്ത പഴയൊരു സത്രം. ജിം ഹോക്കിൻസ് എന്ന ബാലനും അവൻ്റെ മാതാപിതാക്കളുമാണ് ഈ സത്രം നടത്തിക്കൊണ്ടുപോകുന്നത്. അധികം വരുമാനമൊന്നുമില്ലാത്ത ശാന്തമായ എന്നാൽ അല്പം ഏകാന്തത നിറഞ്ഞ ദിവസങ്ങൾ. കടൽക്കാറ്റ് സദാസമയം വീശിയടിക്കുന്ന ആ കുന്നിൻപുറത്തെ സത്രത്തിലേക്ക് ഒരു ദിവസം വന്നെത്തുന്ന അപരിചിതനായ ഒരു അതിഥിയോടെയാണ് എല്ലാം മാറുന്നത്. ഒരു പഴയ കൈവണ്ടിയിൽ തൻ്റെ ഭാണ്ഡക്കെട്ടുമായി അയാൾ സത്രത്തിൻ്റെ വാതിൽക്കൽ വന്നിറങ്ങുന്നു. 6 അടിയിലധികം ഉയരമുള്ള തടിച്ചുകൊഴുത്ത കരുത്തുറ്റ ഒരു മനുഷ്യൻ. സൂര്യതാപമേറ്റ് കരുവാളിച്ച മുഖം, മുഷിഞ്ഞ നീലക്കോട്ടിൻ്റെ ചുമലിലേക്ക് നീണ്ടുകിടക്കുന്ന എണ്ണമയമുള്ള മുടിപ്പിന്നൽ, കൈകൾ വിണ്ടുകീറിയതും നഖങ്ങൾ കറുത്തു വികൃതമായതുമാണ്. എന്നാൽ ജിമ്മിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നത് അതൊന്നുമല്ല. അയാളുടെ കവിളിൽ വെളുത്ത നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വാളുകൊണ്ട് വെട്ടേറ്റതുപോലെയുള്ള ആ വലിയ പാടാണ്. അയാൾ സത്രത്തിൻ്റെ വാതിലിൽ ശക്തിയായി മുട്ടുന്നു. ജിമ്മിൻ്റെ അച്ഛൻ വാതിൽ തുറക്കുമ്പോൾ അയാൾ അകത്തേക്ക് ഉറ്റുനോക്കുന്നു. സത്രത്തിൻ്റെ അന്തരീക്ഷം അയാൾക്കിഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. കടലിൻ്റെ ഇരമ്പൽ കേൾക്കാവുന്ന, അധികമാരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരിടം. ഇതാണ് എനിക്ക് ചേർന്ന സ്ഥലം. എന്നെ നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ മതി. അയാൾ തറയിലേക്ക് ഏതാനും സ്വർണ്ണ നാണയങ്ങൾ എറിഞ്ഞുകൊടുക്കുന്നു. ആ നാണയങ്ങളുടെ കിലുക്കം ആ കൊച്ചു സത്രത്തിൽ മുഴങ്ങുന്നു. അന്നുമുതൽ ആ ക്യാപ്റ്റൻ അഡ്മിറൽ ബെൻബോയിലെ സ്ഥിരതാമസക്കാരനാകുന്നു. പകൽ മുഴുവൻ അയാൾ സത്രത്തിന് പുറത്തുള്ള പാറക്കെട്ടുകളിൽ തൻ്റെ പിച്ചള ദൂരദർശിനിയുമായി കടലിലേക്ക് നോക്കി നിൽക്കും. ആരെയാണ് അയാൾ കാത്തിരിക്കുന്നത്? ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ കപ്പലിനെയും അയാൾ സംശയത്തോടെ വീക്ഷിക്കുന്നു. വൈകുന്നേരങ്ങളിൽ സത്രത്തിലെ അടുപ്പിനരികിലിരുന്ന് അയാൾ കണക്കില്ലാതെ റം കുടിക്കും.
ലഹരി തലയ്ക്ക് പിടിക്കുമ്പോൾ അയാൾ പഴയ കടൽപ്പാട്ടുകൾ പാടാൻ തുടങ്ങും. ഭയപ്പെടുത്തുന്ന വരികളും അതിലും ഭയപ്പെടുത്തുന്ന ശബ്ദവും. പക്ഷേ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ഒരത്ഭുതമാണ്, ഒപ്പം ഒരു പേടി സ്വപ്നവും. ഒരു ദിവസം ക്യാപ്റ്റൻ ജിമ്മിനെ മാറ്റി നിർത്തി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. എടാ ചെക്ക, നിനക്കൊരു വെള്ളി നാണയം വേണോ? എന്നാൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഒറ്റക്കാലുള്ളൊരു നാവികൻ ഈ പരിസരത്ത് വരുന്നുണ്ടോ എന്ന് നീ എപ്പോഴും ശ്രദ്ധിക്കണം. അവനെങ്ങാനും വന്നാൽ ഉടൻ എന്നെ അറിയിക്കണം. ഒറ്റക്കാലുള്ള നാവികൻ. ആ വാചകം ജിമ്മിന്റെ ഉറക്കം കെടുത്തുന്നു. ആരാണ് അയാൾ? ക്യാപ്റ്റൻ എന്തിനാണ് അയാളെ ഇത്രയധികം ഭയക്കുന്നത്? ക്യാപ്റ്റന്റെ പെരുമാറ്റത്തിൽ എപ്പോഴും ഒരു ഭീതി നിഴലിക്കുന്നുണ്ട്. സത്രത്തിൽ വരുന്ന അപരിചിതരെ കാണുമ്പോൾ ക്യാപ്റ്റൻ പെട്ടെന്ന് നിശബ്ദനാകും. വാതിലിന് പിന്നിലേക്ക് മറയാൻ ശ്രമിക്കും. മാസങ്ങൾ കടന്നുപോകുന്നു. അയാൾ ആദ്യം കൊടുത്ത സ്വർണ്ണനാണയങ്ങൾ തീർന്നു. പക്ഷേ ഇപ്പോൾ അയാൾ വാടക കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ജിമ്മിന്റെ അച്ഛൻ രോഗബാധിതനായി കിടപ്പിലായതുകൊണ്ട് ആ ഭീമാകാരനായ മനുഷ്യനോട് പണം ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അയാൾ സത്രത്തിലെ കസേരകളിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. നിശബ്ദരായിരിക്കെ, എനിക്ക് കഥ പറയണം എന്നയാൾ ആജ്ഞാപിക്കും. അയാൾ പറയുന്ന കഥകളാകട്ടെ ചോര മരവിപ്പിക്കുന്നവയാണ്. തൂക്കിലേറ്റപ്പെട്ട കടൽക്കൊള്ളക്കാരുടെയും കടലിൽ മുക്കിക്കൊല്ലപ്പെട്ടവരുടെയും കൊടുങ്ങാറ്റുകളുടെയും കഥകൾ. നാട്ടുകാർക്ക് അയാളെ ഭയമാണെങ്കിലും ആ കഥകൾ കേൾക്കാൻ അവർക്ക് കൗതുകവുമുണ്ട്. ഒരു ദിവസം ഡോക്ടർ ലിവ്സി എന്ന മാന്യനായ അദ്ദേഹം ജിമ്മിന്റെ അച്ഛനെ പരിശോധിക്കാൻ സത്രത്തിലെത്തുന്നു. രോഗിയെ നോക്കിയ ശേഷം അദ്ദേഹം സത്രത്തിലെ ഹാളിൽ വന്നിരിക്കുമ്പോൾ ക്യാപ്റ്റൻ പതിവ് പോലെ മദ്യപിച്ചു ബഹളമുണ്ടാക്കുകയാണ്. തന്റെ പാട്ടും ആക്രോശവും കൊണ്ട് അയാൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. എന്നാൽ ഡോക്ടർ ലിവ്സി മാത്രം കൂസലില്ലാതെ തന്റെ ജോലിയിൽ മുഴുകുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ക്യാപ്റ്റൻ മേശപ്പുറത്ത് ആഞ്ഞടിക്കുന്നു. മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഡോക്ടർ ശാന്തമായി തലയുയർത്തി നോക്കുന്നു. താങ്കൾ എന്നോടാണോ പറഞ്ഞത്, സർ? അതെ, നിന്നോട് തന്നെ, ക്യാപ്റ്റൻ അലറുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. ഡോക്ടർ വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകുന്നു. നിങ്ങൾ ഈ മദ്യപാനം തുടർന്നാൽ അധികം വൈകാതെ തന്നെ ഈ ലോകം ഒരു വൃത്തികെട്ട നാവികനിൽ നിന്ന് രക്ഷപ്പെടും. ക്യാപ്റ്റന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നു. അയാൾ ചാടി എഴുന്നേറ്റ് തന്റെ കയ്യിലുള്ള കത്തി വലിച്ചൂരുന്നു. സത്രത്തിലുണ്ടായിരുന്നവർ ഭയന്ന് നിലവിളിക്കുന്നു. എന്നാൽ ഡോക്ടർ ലിവ്സി ഒരടി പോലും പിന്നോട്ടു മാറുന്നില്ല. അദ്ദേഹം ക്യാപ്റ്റന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നു, ആ കത്തി ഇപ്പോൾ തന്നെ താഴെയിട്ടില്ലെങ്കിൽ അടുത്ത കോടതിയിൽ നിന്നെ തൂക്കിലേറ്റാൻ ഞാൻ തന്നെ മുൻകൈയെടുക്കും. ഞാൻ വെറുമൊരു ഡോക്ടർ മാത്രമല്ല, ഈ നാട്ടിലെ മജിസ്ട്രേറ്റ് കൂടിയാണ്. രണ്ടുപേരും തമ്മിലുള്ള ആ നോട്ടപ്പോരിനൊടുവിൽ ക്യാപ്റ്റൻ പരാജയപ്പെടുന്നു. അയാൾ പതുക്കെ കത്തി താഴെയിട്ട് ഒരു പട്ടിയെപ്പോലെ തന്റെ കസേരയിലേക്ക് മടങ്ങുന്നു. അന്നത്തെ ദിവസം സമാധാനമായി അവസാനിക്കുന്നുവെങ്കിലും വലിയൊരു കൊടുങ്കാട്ട് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ജിമ്മിന് തോന്നിത്തുടങ്ങുന്നു. ശൈത്യകാലം കടുക്കുന്നു. മഞ്ഞുവീഴ്ചയുള്ള ഒരു പ്രഭാതം. ജിമ്മിന്റെ അച്ഛന്റെ അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്. അമ്മ അച്ഛന്റെ ശുശ്രൂഷയിലാണ്. ജിം സത്രത്തിലെ മേശകൾ വൃത്തിയാക്കുമ്പോൾ വാതിൽ തുറന്നൊരാൾ അകത്തേക്ക് വരുന്നു. ക്യാപ്റ്റൻ പതിവ് പോലെ കടൽത്തീരത്തേക്ക് നടക്കാൻ പോയ സമയമാണ്. വന്നയാളിന്റെ രൂപം കണ്ടപ്പോൾ തന്നെ ജിമ്മിനെന്തോ പന്തികേട് തോന്നുന്നു. മെലിഞ്ഞു വിളറിയ വല്ലാത്തൊരു ക്രൂരഭാവമുള്ള മുഖം. അയാളുടെ ഇടതുകൈയിലെ 2 വിരലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾ ജിമ്മിനോട് ചോദിക്കുന്നു, ഇവിടെ ബിൽ എന്നൊരാൾ താമസിക്കുന്നുണ്ടോ? മിക്കവാറും അയാളുടെ കവിളിൽ ഒരു വെട്ടുപാട് കാണും. അങ്ങനെ ഒരാളുണ്ട്. ഞങ്ങൾ അയാളെ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുന്നത്. അയാൾ പുറത്തുപോയിരിക്കുകയാണ്. ആഹാ, എന്റെ പഴയ സുഹൃത്ത് ബിൽ. ആ മനുഷ്യൻ ഗൂഢമായി ചിരിക്കുന്നു. ഞാനിവിടെ ഒളിച്ചു നിൽക്കാം, നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തണം. അയാൾ വാതിലിനു പിന്നിൽ പതുങ്ങി നിൽക്കുന്നു. അല്പസമയത്തിനകം ക്യാപ്റ്റൻ തിരികെ വരുന്നു. അയാൾ മുറിയിലേക്ക് കടന്നതും ഒളിച്ചു നിന്നയാൾ വിളിക്കുന്നു, ബിൽ. ക്യാപ്റ്റൻ ഞെട്ടിത്തിരിയുന്നു. ആ ശബ്ദം കേട്ടതും അയാളുടെ മുഖത്തെ ചോരയോട്ടം നിലയ്ക്കുന്നു. മദ്യത്തിന്റെ ലഹരി മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് അയാളിൽ നിന്ന് ഒഴിഞ്ഞുപോയതുപോലെ. ബ്ലാക്ക് ഡോഗ്. ക്യാപ്റ്റൻ വിറയലോടെ മന്ത്രിക്കുന്നു. അതെ, ബ്ലാക്ക് ഡോഗ് തന്നെ. വിരലില്ലാത്ത ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ക്യാപ്റ്റന്റെ അടുത്തേക്ക് നടക്കുന്നു. നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി, അല്ലേ ബിൽ? ജിം അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അവരുടെ സംഭാഷണം കേൾക്കാൻ അവൻ ആകാംക്ഷയുണ്ട്. അവർ മേശയ്ക്കിരുവശത്തുമായി ഇരിക്കുന്നു. കുറച്ചുനേരം പതുക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സംഭാഷണം മുറുകുന്നു. ശബ്ദമുയരുന്നു. ചീത്തവിളികളും ഭീഷണികളും സത്രത്തിൽ മുഴങ്ങുന്നു. പെട്ടെന്ന്
ഒരു വലിയ ശബ്ദത്തോടെ മേശ മറിഞ്ഞു വീഴുന്നു. വാളുകൾ കൂട്ടിമുട്ടുന്ന ലോഹശബ്ദം. ജിം ഓടി വരുമ്പോഴേക്കും ബ്ലാക്ക് ഡോഗ് ചോരയൊലിപ്പിച്ചുകൊണ്ട് സത്രത്തിന് പുറത്തേക്ക് ഓടുന്നു. ക്യാപ്റ്റൻ അയാളെ പിന്തുടരാൻ ശ്രമിക്കുന്നുവെങ്കിലും വാതിലിനരികിലെത്തുമ്പോഴേക്കും അയാൾക്ക് കാലിടറുന്നു. ബ്ലാക്ക് ഡോഗ് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഭിത്തിയിൽ ചാരി കിതയ്ക്കുന്നു. അയാളുടെ മുഖം നീല നിറമായി മാറുന്നു. എനിക്ക് റം വേണം, അയാൾ അലറുന്നു. അവരെല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്ത്. വാചകം മുഴുമിപ്പിക്കാനാവാതെ ക്യാപ്റ്റൻ തറയിലേക്ക് വീഴുന്നു. ജിമ്മും അമ്മയും ഓടിയെത്തുന്നു. ഭാഗ്യവശാൽ അച്ഛനെ കാണാൻ ഡോക്ടർ ലിവ്സി അപ്പോൾ അവിടെ എത്തുന്നു. ഡോക്ടർ ക്യാപ്റ്റനെ പരിശോധിക്കുന്നു. ഇതൊരു പക്ഷാഘാതമാണ്, ഡോക്ടർ പറയുന്നു. ഇയാളുടെ മദ്യപാനവും ആവേശവും കൂടി ഇയാളെ കൊല്ലും. ഡോക്ടർ ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് രക്തം കുത്തിയെടുത്ത് ചികിത്സിക്കുന്നു. ബോധം തെളിയുമ്പോൾ ക്യാപ്റ്റൻ ജിമ്മിനെ അരികിലേക്ക് വിളിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമാണ്, മരണഭയം. അവർ വരുന്നുണ്ട് ജിം, അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറയുന്നു. ബ്ലാക്ക് ഡോഗ് ഒന്നുമായിരുന്നില്ല, അവന് പിന്നിൽ വേറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് എൻ്റെ പെട്ടിയിലുള്ളതാണ്. ഫ്ലിൻറ്റിൻ്റെ പഴയ സംഘം. അവരെന്നെ തേടി വരും. ക്യാപ്റ്റൻ ജിമ്മിൻ്റെ കൈ മുറുകെ പിടിക്കുന്നു. അവരെനിക്ക് ബ്ലാക്ക് സ്പോട്ട് തന്നാൽ, അതായത് മരണത്തിൻ്റെ സന്ദേശം, നീ ഉടനെ ഡോക്ടറെ വിവരമറിയിക്കണം. ആ പെട്ടി, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ജിമ്മിനൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും വലിയൊരു അപകടം സത്രത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് അവൻ ഉറപ്പാകുന്നു. പുറത്ത് കാറ്റ് വീണ്ടും ശക്തമാകുന്നു. കടൽക്ഷോഭത്തിൻ്റെ ഇരമ്പൽ സത്രത്തിൻ്റെ ജനലുകളെ വിറപ്പിക്കുന്നു. ക്യാപ്റ്റൻ പറഞ്ഞ ആ ഒറ്റക്കാലുള്ള നാവികൻ ആരായിരിക്കും? ആ പെട്ടിയിൽ എന്താണ്? ഈ ചോദ്യങ്ങൾ ജിമ്മിൻ്റെ മനസ്സിലൊരു വലിയ ചുഴി പോലെ കറങ്ങുകയാണ്. എന്നാൽ ഉത്തരങ്ങൾ തേടി അധികം കാത്തിരിക്കേണ്ടി വരില്ല. കാരണം സത്രത്തിലേക്ക് അടുത്ത അതിഥി വരാൻ തയ്യാറെടുക്കുകയാണ്. അത് കണ്ണിന് കാഴ്ചയില്ലാത്ത, എന്നാൽ അതിലും ഭയാനകമായ മറ്റെന്തോ ഒന്ന് കാണാൻ കഴിയുന്ന ഒരാളാണ്. ബ്ലൈൻഡ് പ്യൂ. അഡ്മിറൽ ബെൻബോ സത്രത്തിലെ ആ ഇരുണ്ട നാളുകൾ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തതായിരുന്നു. ബ്ലാക്ക് ഡോഗ് ഓടിപ്പോയെങ്കിലും അവൻ വിതച്ച ഭീതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ജിമ്മിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം കടന്നുവരുന്നത്. അസുഖബാധിതനായി കിടപ്പിലായിരുന്ന ജിമ്മിൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങുന്നു. സത്രത്തിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ട ചുമതല ആ കൊച്ചുബാലൻ്റെയും അമ്മയുടെയും തോളിലായി. മരണവീടിൻ്റെ നിശബ്ദതയും ദുഃഖവും സത്രത്തെ മൂടിക്കെട്ടി നിൽക്കുമ്പോഴും മുകൾ നിലയിലെ മുറിയിൽ നിന്ന് ക്യാപ്റ്റൻ്റെ ആക്രോശങ്ങൾ കേൾക്കാമായിരുന്നു. മദ്യം കിട്ടാതെ വരുമ്പോൾ ക്യാപ്റ്റൻ ഭ്രാന്തനെ പോലെ പെരുമാറി. റം, എനിക്ക് റം വേണം, ഇല്ലെങ്കിൽ എൻ്റെ ഞരമ്പുകൾ പൊട്ടിപ്പോകും. അയാൾ കിടക്കയിൽ കിടന്ന് അലറി വിളിച്ചു. ഡോക്ടർ ലിവ്സിയുടെ മുന്നറിയിപ്പുകൾ അയാൾ പാടെ അവഗണിച്ചു. തൻ്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ജിമ്മിൻ്റെ മനസ്സ് നിറയെ ഭയമായിരുന്നു. ആരും സഹായിക്കാനില്ലാത്ത ആ സത്രത്തിൽ മദ്യപിച്ചു ലക്കുകെട്ട അപകടകാരിയായ ഒരു മനുഷ്യനൊപ്പം കഴിയേണ്ടി വരുന്നത് എത്ര ഭീകരമാണ്. അച്ഛൻ്റെ സംസ്കാരം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ സമയം. അന്തരീക്ഷം ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഞ്ഞുവീഴ്ച കാരണം റോഡുകൾ വിജനമാണ്. സത്രത്തിൻ്റെ വാതിലിൽ ചാരി നിന്ന് ജിം പുറത്തേക്ക് നോക്കുമ്പോൾ അകലെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. റോഡിലെ കല്ലുകളിൽ എന്തോ തട്ടുന്ന ശബ്ദം. മഞ്ഞിലൂടെ അവ്യക്തമായൊരു രൂപം നടന്നു വരുന്നു. പച്ച നിറത്തിലുള്ള ഒരു പഴകിയ തുണി കണ്ണുകൾക്ക് മുകളിലൂടെ കെട്ടിവെച്ച കൂനിപ്പോയ ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിലൊരു ഊന്നുവടിയുണ്ട്. ആ വടിവെച്ചാണ് അയാൾ വഴി തപ്പി നടക്കുന്നത്. കാഴ്ചയില്ലാത്ത ആ മനുഷ്യൻ്റെ നടത്തത്തിൽ എന്തോ ഒരു വശപ്പിശുക്കുണ്ട്. അത് അന്ധനായ പ്യൂ ആണ്. അയാൾ സത്രത്തിനരികിലെത്തി നിൽക്കുന്നു. നല്ലവരായ ആരെങ്കിലും ഈ പാവം അന്ധനായ മനുഷ്യന് വഴിയൊന്ന് പറഞ്ഞു തരുമോ? ഞാനിപ്പോൾ എവിടെയാണ്? വിറയ്ക്കുന്ന എന്നാൽ കനത്ത ശബ്ദത്തിൽ അയാൾ ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ അഡ്മിറൽ ബെൻബോ സത്രത്തിന് മുന്നിലാണ്. ജിം മറുപടി നൽകുന്നു. ഓ, നല്ലൊരു കുട്ടിയുടെ ശബ്ദമാണല്ലോ. മോനെ, നിന്റെ കൈയൊന്നിങ്ങോട്ട് നീട്ടാമോ? ജിം ഒട്ടും സംശയിക്കാതെ തൻ്റെ കൈ നീട്ടുന്നു. എന്നാൽ അടുത്ത നിമിഷം ആ അന്ധനായ പ്യൂവിൻ്റെ പിടി ജിമ്മിൻ്റെ കയ്യിൽ മുറുകുന്നു. അതൊരു സാധാരണ പിടുത്തമല്ല, ഒരു ഇരുമ്പ് കുടിൽ കൊണ്ട് മുറുക്കിയതുപോലെ വേദനിപ്പിക്കുന്ന പിടി. ജിം കുതറാൻ നോക്കുന്നുവെങ്കിലും അയാൾ വിടുന്നില്ല. എന്നെ വേഗം ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് കൊണ്ടുപോ. അയാൾ പല്ലിറുമിക്കൊണ്ട് ആജ്ഞാപിക്കുന്നു. ഇല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ ഒടിച്ചു കളയും. ജിമ്മിന് വേറെ വഴിയില്ലായിരുന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് അവൻ ആ അന്ധനായ പ്യൂവിനെയും കൊണ്ട് സത്രത്തിനകത്തേക്ക് നടക്കുന്നു. ക്യാപ്റ്റൻ ഇരിക്കുന്ന മുറിയുടെ വാതിൽക്കിലെത്തിയപ്പോൾ അയാൾ പറയുന്നു, വാതിൽ തുറക്കൂ, എന്നിട്ടെൻ്റെ സുഹൃത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയും.
വാതിൽ തുറക്കുമ്പോൾ ക്യാപ്റ്റൻ മേശയിൽ തലവെച്ച് കിടക്കുകയാണ്. ശബ്ദം കേട്ട് അയാൾ തലയുയർത്തുന്നു. ആ അന്ധനായ മനുഷ്യനെ കണ്ടതും ക്യാപ്റ്റന്റെ മുഖം വിളറി വെളുക്കുന്നു. മദ്യത്തിന്റെ ലഹരി പോലും അയാളെ വിട്ടുപോകുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ക്യാപ്റ്റനെ നോക്കി പ്യൂ പരിഹാസത്തോടെ ചിരിക്കുന്നു. ബിൽ, അവിടെ തന്നെ ഇരിക്കൂ. നിന്റെ കൈ ഇങ്ങോട്ട് നീട്ട്. ക്യാപ്റ്റൻ യന്ത്രം പോലെ കൈ നീട്ടുന്നു. അന്ധനായ പ്യൂ തന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്നെടുത്ത് ക്യാപ്റ്റന്റെ ഉള്ളം കൈയിലേക്ക് വെച്ചുകൊടുക്കുന്നു. എന്നിട്ട് പൊടുന്നനെ ജിമ്മിന്റെ കൈവിട്ട് ഊന്നുവടി കുത്തി തിരിഞ്ഞു നടക്കുന്നു. നടക്കുന്ന ശബ്ദം റോഡിൽ നിന്ന് അകന്നു പോകുന്നതുവരെ ക്യാപ്റ്റൻ അനങ്ങാതെയിരുന്നു. ഒടുവിൽ ക്യാപ്റ്റൻ തന്റെ കൈ തുറന്നു നോക്കുന്നു. അതൊരു ചെറിയ വട്ടത്തിലുള്ള കടലാസ് കഷ്ണമാണ്. അതിൻ്റെ ഒരു വശത്ത് കറുത്ത മഷി കൊണ്ട് വട്ടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ബ്ലാക്ക് സ്പോട്ട്. ക്യാപ്റ്റൻ അലറുന്നു. അവരെനിക്ക് സമയം തന്നിരിക്കുകയാണ്. കടലാസിൻ്റെ മറുവശത്തെഴുതിയത് അയാൾ വായിക്കുന്നു. ഇന്ന് രാത്രി 10 മണി വരെ. 10 മണിയോ? ഇപ്പോൾ 6 മണിയല്ലേ ആയിട്ടുള്ളൂ. നമുക്കിനിയും സമയമുണ്ട്. ക്യാപ്റ്റൻ ആവേശത്തോടെ ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അയാൾ നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്നു. വല്ലാത്തൊരു ഞരക്കത്തോടെ അയാൾ മുന്നോട്ടാഞ്ഞു വീഴുന്നു. മുഖം തറയിലിടിച്ച് വലിയൊരു ശബ്ദത്തോടെ ആ ഭീമാകാരനായ മനുഷ്യൻ നിശ്ചലനാകുന്നു. ജിമ്മും അമ്മയും ഓടിയെത്തുന്നു. ക്യാപ്റ്റനെ കുലുക്കി വിളിക്കുന്നുവെങ്കിലും പ്രതികരണമില്ല. ഡോക്ടർ ലിവ്സി പറഞ്ഞതുപോലെ അമിതമായ മദ്യപാനവും ആവേശവും അയാളുടെ ജീവനെടുത്തു. ആ മൃതശരീരം കണ്ട് അവർ പകച്ചു നിൽക്കുന്നു. എന്നാൽ ഭയപ്പെടാൻ സമയമില്ല. 10 മണിക്ക് മുൻപ് ആ അന്ധനായ പ്യൂവും അയാളുടെ സംഘവും തിരിച്ചുവരും. അവർക്ക് വേണ്ടത് ആ സത്രത്തിൽ എവിടെയോ ഉണ്ട്. നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല ജിം. നമുക്ക് അയൽവാസികളുടെ സഹായം തേടാം, അമ്മ പറയുന്നു. അവർ ധൃതിയിൽ ഗ്രാമത്തിലേക്ക് ഓടുന്നു. എന്നാൽ ഗ്രാമവാസികൾ ആരും അവരെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ക്യാപ്റ്റൻ ഫ്ലിന്റ് എന്ന പേര് കേട്ടാൽ തന്നെ അവർക്ക് ഭയമാണ്. ആരും ആ സത്രത്തിലേക്ക് വരാൻ കൂട്ടാകുന്നില്ല. നിരാശരായ ജിമ്മും അമ്മയും തിരികെ സത്രത്തിലെത്തുന്നു. ക്യാപ്റ്റൻ വാടക ഇനത്തിൽ അവർക്ക് തരാനുള്ള പണം എങ്ങനെയെങ്കിലും ഈടാക്കണം. അതിനായി അയാളുടെ പെട്ടി തുറന്നേ മതിയാകൂ. സത്രത്തിലെ വാതിലുകളെല്ലാം ഭദ്രമായി പൂട്ടി അവർ മുകളിലേക്ക് കയറുന്നു. മരിച്ചു കിടക്കുന്ന ക്യാപ്റ്റന്റെ ശരീരത്തിനരികിലൂടെ പോകാൻ ജിമ്മിന് ഭയം തോന്നുന്നു. അയാൾ തറയിൽ മലർന്നു കിടക്കുകയാണ്, കണ്ണുകൾ തുറിച്ചു നോക്കുന്നതുപോലെ. അമ്മ തറയിൽ മുട്ടുകുത്തിയിരുന്ന് ക്യാപ്റ്റന്റെ പോക്കറ്റുകൾ പരിശോധിക്കുന്നു. നാണയങ്ങൾ, പുകയില, കത്തി. പക്ഷെ പെട്ടിയുടെ താക്കോൽ മാത്രം കാണാനില്ല. കഴുത്തിൽ നോക്കൂ, ജിം പറയുന്നു. അവർ ക്യാപ്റ്റന്റെ ഷർട്ടിന്റെ കോളർ മാറ്റുന്നു. അതാ കറുത്ത ചരടിൽ കെട്ടിയ ഒരു ചെറിയ താക്കോൽ. അത് മുറിച്ചെടുത്ത് അവർ പെട്ടിയുടെ അടുത്തേക്ക് നീങ്ങുന്നു. പെട്ടി തുറന്നപ്പോൾ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. ഏറ്റവും മുകളിൽ ഭംഗിയായി മടക്കിവെച്ച ഒരു പുതിയ കോട്ട്. അതിന് താഴെ തോക്കുകൾ, പുകയില കട്ടകൾ, പഴയ വടക്കുനോക്കി യന്ത്രം, വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള കക്കകൾ. പക്ഷെ ഇതൊന്നും ആർക്കും ആവശ്യമുള്ള സാധനങ്ങളല്ല. ഒടുവിൽ ഏറ്റവും താഴെയായി അവർ അത് കണ്ടെത്തുന്നു. ഒരു പഴയ ക്യാൻവാസ് സഞ്ചി. അത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. സ്പാനിഷ് ഡബ്ലൂണുകൾ, ലൂയി ഡി ഓറുകൾ, ഗിനികൾ. പല രാജ്യങ്ങളിലെ പല വലിപ്പത്തിലുള്ള നാണയങ്ങൾ. എല്ലാം കൂടി കലർന്നു കിടക്കുന്നു. എനിക്ക് അവകാശപ്പെട്ടത് മാത്രമേ ഞാൻ എടുക്കൂ, അമ്മ വാശി പിടിക്കുന്നു. ഒരു പെൻസ് പോലും കൂടുതൽ എനിക്ക് വേണ്ട. അമ്മ നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങുന്നു. സമയം കടന്നുപോകുന്നു. ജിമ്മിൻ്റെ ഉള്ളിൽ തീയാണ്. എപ്പോൾ വേണമെങ്കിലും അവർ വരാം. പെട്ടെന്ന് സത്രത്തിൻ്റെ പുറത്തുനിന്ന് ആ പഴയ ശബ്ദം കേൾക്കുന്നു. അമ്മേ, വേഗം! ജിം വിളിച്ചു പറയുന്നു. ഇനിയും കുറച്ച് പണം കൂടി കിട്ടാനുണ്ട്, അമ്മ പറയുന്നു. വേണ്ട, ബാക്കി നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. നമുക്ക് പോകാം. അപ്പോഴേക്കും പുറത്ത് കാലൊച്ചകൾ കേട്ടു തുടങ്ങുന്നു. ഊന്നുവടിയുടെ ശബ്ദം വീണ്ടും. അമ്മ ഭയം കൊണ്ട് വിറയ്ക്കുന്നു. പണം മുഴുവൻ എടുക്കാൻ നിൽക്കാതെ പെട്ടിയിൽ അവശേഷിച്ച നാണയങ്ങൾക്ക് സമീപം കിടന്നിരുന്ന എണ്ണപ്പനയോലയിൽ പൊതിഞ്ഞൊരു പാക്കറ്റ് ജിം കൈക്കലാക്കുന്നു. നാണയങ്ങളെക്കാൾ അവർക്ക് വേണ്ടത് ഇതാകുമെന്ന് അവന് തോന്നുന്നു. അവർ സത്രത്തിൻ്റെ പിൻവാതിലിലൂടെ പുറത്തേക്ക് ഓടുന്നു. മൂടൽമഞ്ഞ് നിറഞ്ഞ രാത്രി. സത്രത്തിനടുത്തുള്ള ഒരു ചെറിയ പാലത്തിൻ്റെ അടിയിലേക്ക് അവർ വഴുതി വീഴുന്നു. അവിടെ ശ്വാസം അടക്കിപ്പിടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ സത്രത്തിൻ്റെ മുൻവാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേൾക്കാം. വിളക്കുകളുമായി 7-8 പേർ സത്രത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവരുടെ കൂട്ടത്തിൽ ആ അന്ധനായ മനുഷ്യനുമുണ്ട്. ബിൽ മരിച്ചു കിടക്കുന്നു, ഒരാൾ വിളിച്ചു പറയുന്നു. പെട്ടി പരിശോധിക്ക്. അന്ധൻ അലറുന്നു. ആ കീടങ്ങളെ കണ്ടുപിടിക്ക്. മുകളിലെ മുറിയിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുക ശബ്ദം. ജനാലകൾ തകർക്കപ്പെടുന്നു. ഇവിടെ ആരുമില്ല, പെട്ടി തുറന്നിട്ടിരിക്കുകയാണ്, മറ്റൊരാൾ വിളിച്ചു പറയുന്നു. അതിലുണ്ടായിരുന്ന സാധനം ഫ്ലിന്റിന്റെ ഭൂപടം? അന്ധനായ മനുഷ്യൻ ചോദിക്കുന്നു. അതില്ല, സ്വർണം മാത്രമേ ഉള്ളൂ. ആ പയ്യൻ, അവനാണതെടുത്തത്. പ്യൂ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. അവരധികം ദൂരെ പോയിട്ടുണ്ടാവില്ല. എല്ലായിടത്തും തിരയൂ.
കൊള്ളക്കാർ സത്രത്തിന് പുറത്തിറങ്ങി തിരച്ചിൽ തുടങ്ങുന്നു. ജിമ്മും അമ്മയും ഒളിച്ചിരിക്കുന്ന പാലത്തിന് തൊട്ടുമുകളിലൂടെ അവർ ഓടി നടക്കുന്നു. അവരുടെ കാലൊച്ചകൾ ജിമ്മിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. പെട്ടെന്ന് ദൂരെ നിന്ന് കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നു. അത് അടുത്തടുത്തു വരുന്നു. കൊള്ളക്കാർ അങ്കലാപ്പിലാകുന്നു. പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. ഒരാൾ മുന്നറിയിപ്പ് നൽകുന്നു. കൊള്ളക്കാർ ചിതറിയോടുന്നു. അന്ധനായ പ്യൂ എങ്ങോട്ട് പോകണമെന്നറിയാതെ നടു റോഡിൽ പകച്ചു നിൽക്കുന്നു. എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതേ, ആരെങ്കിലും എന്നെ കൊണ്ടുപോകൂ, അയാൾ നിലവിളിക്കുന്നു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുതിരകൾ പാഞ്ഞടുക്കുന്നു. പ്യൂ ഓടിമാറാൻ ശ്രമിക്കുന്നുവെങ്കിലും കുതിരകളുടെ വേഗതയ്ക്ക് മുൻപിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഇരുട്ടിൽ നടന്ന ആ കൂട്ടിയിടിയിൽ പ്യൂ വീണുപോകുന്നു. കുതിരപ്പുറത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സത്രത്തിന് മുന്നിൽ വന്നിറങ്ങുന്നു. ജിം ധൈര്യം സംഭരിച്ച് ഒളിച്ചിരുന്നിടത്ത് നിന്ന് പുറത്തുവരുന്നു. ഞാനിവിടെയുണ്ട്. അവർ ജിമ്മിനെയും അമ്മയെയും സുരക്ഷിതരാക്കുന്നു. സത്രം മുഴുവൻ കൊള്ളക്കാർ തല്ലി തകർത്തിരുന്നു. പക്ഷേ ജിമ്മിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ പാക്കറ്റ്, അതിലെന്താണെന്നറിയാൻ അവൻ ആകാംക്ഷയായി. ഇത് ഡോക്ടർ ലിവ്സിയെ ഏൽപ്പിക്കണം, ജിം ഉദ്യോഗസ്ഥരോട് പറയുന്നു. ഈ രേഖകൾക്ക് വേണ്ടിയാണ് അവർ വന്നത്. ജിമ്മിന്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല. ആ പാക്കറ്റിനുള്ളിൽ എന്താണെന്ന് അവനറിയാം. അത് കേവലം കടലാസുകളല്ല, ലോകത്തിലെ ഏറ്റവും വലിയ നിധിയിലേക്കുള്ള വഴികാട്ടിയാണ്. പക്ഷേ അത് തുറക്കാൻ അവന് ഡോക്ടറുടെയും പ്രഭുവിൻ്റെയും സഹായം വേണം. അങ്ങനെ ജിം പുതിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. സത്രത്തിലെ ജോലിക്കാരനിൽ നിന്ന് വലിയൊരു സാഹസികനിലേക്കുള്ള മാറ്റം ഇവിടെ തുടങ്ങുകയാണ്. അഡ്മിറൽ ബെൻബു സത്രത്തിലെ ആ ഇരുണ്ട രാത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ജിം ഹോക്കിൻസ് ഇപ്പോൾ നിൽക്കുന്നത് സുരക്ഷിതമായൊരിടത്താണ്. ഗ്രാമത്തിലെ പ്രഭുവായ സ്ക്വയർ ട്രെലോണിയുടെ വലിയ മാളികയ്ക്ക് മുന്നിൽ. പോലീസുകാരുടെ സംരക്ഷണത്തിൽ ജിം അവിടെ എത്തുമ്പോൾ സമയം ഏറെ വൈകിയിരുന്നു. എന്നാൽ മാളികയിലെ ജനാലകളിൽ ഇപ്പോഴും വെളിച്ചം കാണാം. ഡോക്ടർ ലിവ്സിയും പ്രഭുവും അത്താഴം കഴിഞ്ഞ് തീക്കരികിലിരുന്ന് സംസാരിക്കുകയാണ്. ജിം അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മുറിയിലെ ഊഷ്മളമായ അന്തരീക്ഷം അവന് വലിയൊരാശ്വാസം നൽകുന്നു. പുറത്തെ തണുപ്പും ഭയവും നിറഞ്ഞ ലോകത്തുനിന്ന് വ്യത്യസ്തമായി ഇവിടെ സമാധാനവും സുരക്ഷിതത്വവുമുണ്ട്. ജിമ്മിനെ കണ്ടതും ഡോക്ടർ ലിവ്സി അത്ഭുതത്തോടെ എഴുന്നേൽക്കുന്നു. ജിം, നീ ഈ നേരത്തിവിടെ? ട്രെലോണി പ്രഭുവും കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. 6 അടിയിലധികം ഉയരമുള്ള തടിച്ച ശരീരപ്രകൃതിയുള്ള എപ്പോഴും പ്രസന്നവദനനായ മനുഷ്യനാണ് അദ്ദേഹം. ജിമ്മിന്റെ മുഖത്തെ ഭാവവും വസ്ത്രങ്ങളിലെ ചെളിയും കണ്ടപ്പോൾ എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ജിം നടന്ന സംഭവങ്ങളെല്ലാം ഒട്ടും വിട്ടുപോകാതെ വിവരിക്കുന്നു. ക്യാപ്റ്റന്റെ മരണം, അന്ധനായ മനുഷ്യന്റെ വരവ്, സത്രത്തിന് നേരെയുണ്ടായ ആക്രമണം, ഒടുവിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ ഓട്ടം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രഭുവും ഡോക്ടറും പരസ്പരം നോക്കുന്നു. അവരുടെ മുഖത്ത് ഗൗരവം നിഴലിക്കുന്നു. നീ വലിയൊരു ധീരനാണ് ജിം, പ്രഭു അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നു. ആ കൊള്ളക്കാർ വെറുമൊരു ആക്രമണത്തിന് വന്നതല്ല, അവർക്ക് വേണ്ടത് നിന്റെ കയ്യിലുള്ള ആ സാധനമാണ്. ജിം തന്റെ ഷർട്ടിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ എണ്ണപ്പനയോല പാക്കറ്റ് പുറത്തെടുക്കുന്നു. മേശപ്പുറത്തത് വയ്ക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്കാണ്. എന്തായിരിക്കും അതിനുള്ളിൽ? ക്യാപ്റ്റൻ ഫ്ലിന്റ് എന്ന കൊടും ക്രൂരനായ കടൽ കൊള്ളക്കാരൻ ജീവനെപ്പോലെ കാത്തുസൂക്ഷിച്ച ആ രഹസ്യം. ഇത് തുറക്കാൻ സമയമായി, ഡോക്ടർ പറയുന്നു. അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കത്രികയെടുത്ത് പാക്കറ്റിന്റെ തുന്നലുകൾ സാവധാനം മുറിക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് 2 കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു ചെറിയ പുസ്തകവും സീൽ ചെയ്ത ഒരു കടലാസ് ചുരുളും. ആദ്യം അവർ ആ പുസ്തകം പരിശോധിക്കുന്നു. അതൊരു കണക്കു പുസ്തകമാണ്. ക്യാപ്റ്റൻ ഫ്ലിന്റും സംഘവും നടത്തിയ കൊള്ളകളുടെ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 20 വർഷത്തോളം നീണ്ടുനിന്ന അവരുടെ കടൽ കൊള്ളകളുടെ ചരിത്രം. കപ്പലുകൾ ആക്രമിച്ചതും നഗരങ്ങൾ കൊള്ളയടിച്ചതും കൊന്നുതള്ളിയ ആളുകളുടെ കണക്കുകളും അതിലുണ്ട്. ഓരോ പേജിലും മഷി കൊണ്ടുള്ള കുറിപ്പുകൾ കാണാം. ഫ്രഞ്ച് കപ്പലിൽ നിന്ന് 70 സ്വർണ്ണക്കട്ടകൾ, മെഡഗാസ്കർ തീരത്ത് വെച്ച് കിട്ടിയ രത്നങ്ങൾ. ഇങ്ങനെ പോകുന്നു ആ പട്ടിക. അത് വായിക്കുമ്പോൾ പ്രഭുവിൻ്റെ കണ്ണുകൾ വിടരുന്നു. ദൈവമേ, ഇതൊരു വലിയ സമ്പാദ്യത്തിൻ്റെ കണക്കാണല്ലോ, പ്രഭു ആവേശത്തോടെ പറയുന്നു. ഫ്ലിന്റ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായ കൊള്ളക്കാരനായിരുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. എന്നാൽ ജിമ്മിൻ്റെയും ഡോക്ടറുടെയും ശ്രദ്ധ മുഴുവൻ ആ 2ാമത്തെ കടലാസ് ചുരുളിലാണ്. ഡോക്ടർ വളരെ സൂക്ഷ്മതയോടെ അതിൻ്റെ സീൽ പൊട്ടിക്കുന്നു.
പഴയ ഒരു കടലാസ് നിവർത്തുമ്പോൾ അതിൽ നിന്ന് സമുദ്രത്തിൻ്റെ ഗന്ധം വരുന്നതുപോലെ ജിമ്മിന് തോന്നുന്നു. അതൊരു ദ്വീപിൻ്റെ ഭൂപടമാണ്. വളരെ വ്യക്തമായി വരച്ച ആ ഭൂപടത്തിൽ ദ്വീപിൻ്റെ എല്ലാ വിവരങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുന്നുകൾ, താഴ്വരകൾ, ഉൾക്കടലുകൾ, നങ്കൂരമിടാൻ പറ്റിയ സ്ഥലങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ്വീപിൻ്റെ നടുവിലായി ഉയർന്നു നിൽക്കുന്ന ഒരു മലയുണ്ട്. അതിന് സ്പൈഗ്ലാസ് ഹിൽ എന്ന് പേരിട്ടിരിക്കുന്നു. ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുവന്ന മഷി കൊണ്ട് കുരിശടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു കുരിശടയാളമാണ്. അതിനരികിൽ ക്യാപ്റ്റൻ ഫ്ലിൻറ്റിൻ്റെ കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിധിയുടെ സിംഹഭാഗവും ഇവിടെയാണ്. ഭൂപടത്തിൻ്റെ മറുഭാഗത്ത് അക്ഷാംശവും രേഖാംശവും കൃത്യമായി കുറിച്ചിട്ടുണ്ട്. ഇത് കണ്ടതും ട്രെലോണി പ്രഭുവിന് ഇരിക്കപ്പുറത്തിയില്ലാതാകുന്നു. അദ്ദേഹം കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങുന്നു. ഡോക്ടർ ലിവ്സി, ജിം, അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. നമ്മുടെ തലവര മാറാൻ പോവുകയാണ്. നാളെ തന്നെ ഞാൻ ബ്രിസ്റ്റോളിലേക്ക് പോകും. അവിടെ നിന്ന് ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല കപ്പൽ ഞാൻ വാങ്ങും. ഏറ്റവും ധീരരായ നാവികരെ ഞാൻ കണ്ടെത്തും. നമ്മൾ 3 പേരും കൂടി ആ ദ്വീപിലേക്ക് പോകും. ജിം, നീയായിരിക്കും ക്യാബിനിലെ ക്യാബിൻ ബോയ്. ഡോക്ടർ, നിങ്ങൾ കപ്പലിന്റെ ഡോക്ടറാകും. ഞാൻ അഡ്മിറലും. പ്രഭുവിന്റെ ആവേശം അതിര് കടന്നതാണെന്ന് ഡോക്ടർക്കറിയാം. അദ്ദേഹം ശാന്തനായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ട്രെലോണി, നിങ്ങളൊന്ന് സാവധാനം ചിന്തിക്കൂ. ഈ ഭൂപടം തേടി വന്നവരാണ് ആ സത്രം ആക്രമിച്ചത്. അവരിപ്പോഴും പുറത്തുണ്ട്. ഈ വിവരം പുറത്തറിഞ്ഞാൽ നമ്മുടെ ജീവൻ അപകടത്തിലാകും. അതിനെന്താ, നമ്മൾ തോക്കുകളും പീരങ്കികളും കരുതും. പ്രഭു മറുപടി നൽകുന്നു. ആ നിധി നമ്മൾ കണ്ടെത്തും. അത് വമ്പൻ തുകയാണ് ഡോക്ടർ. രാജാക്കന്മാർക്ക് പോലുമില്ലാത്തത്ര സമ്പത്ത്. ഡോക്ടർ ഭൂപടം മടക്കി തന്റെ പോക്കറ്റിൽ വയ്ക്കുന്നു. ശരി, ഞാനും വരാം. ജിമ്മും വരും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? പ്രഭു ചോദിക്കുന്നു. നിങ്ങൾ വായടയ്ക്കണം. ഡോക്ടർ ഗൗരവത്തോടെ പറയുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നാവാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും ആരും അറിയാൻ പാടില്ല. ആ ദ്വീപിന്റെ സ്ഥാനം അതീവ രഹസ്യമായിരിക്കണം. ഫ്ലിൻറ്റിന്റെ പഴയ സംഘാംഗങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഈ വിവരം കിട്ടിയാൽ നമ്മൾ കപ്പൽ കയറുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെടും. ട്രെലോണി പ്രഭു അത് സമ്മതിക്കുന്നു. ഞാൻ വാക്ക് തരുന്നു ഡോക്ടർ. എന്റെ നാവ് ഞാൻ അടക്കിവെക്കും. ഒരു മനുഷ്യനോടും ഞാൻ ഇതേക്കുറിച്ച് പറയില്ല. അങ്ങനെ ആ രാത്രിയിൽ വലിയൊരു തീരുമാനമെടുക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്രയാകുന്നു. കപ്പൽ വാങ്ങാനും ജോലിക്കാരെ നിയമിക്കാനുമുള്ള തിരക്കുകളിലേക്ക് അദ്ദേഹം മുഴുകുന്നു. ജിം ഡോക്ടറുടെ സംരക്ഷണത്തിൽ പ്രഭുവിന്റെ മാളികയിൽ താമസം തുടങ്ങുന്നു. ടോം റെഡ്റൂത്ത് എന്ന പ്രഭുവിന്റെ വിശ്വസ്തനായ വേട്ടക്കാരനാണ് ജിമ്മിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. മാളികയിലെ ദിനങ്ങൾ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമാണ്. ഓരോ രാത്രിയിലും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ആ ഭൂപടം തെളിഞ്ഞുവരുന്നു. ദ്വീപിലെ പാറക്കെട്ടുകളും കാടുകളും ഗുഹകളും അവൻ സ്വപ്നം കാണുന്നു. ചിലപ്പോൾ സ്വപ്നത്തിൽ സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരങ്ങൾ കാണും. മറ്റു ചിലപ്പോൾ ദ്വീപിന്റെ ഇരുണ്ട കോണുകളിൽ നിന്ന് തന്നെ ഉറ്റുനോക്കുന്ന അജ്ഞാതമായ കണ്ണുകളെയും അവൻ കാണുന്നു. സമുദ്രത്തിന്റെ ഇരമ്പൽ കാതിൽ മുഴങ്ങുന്നതുപോലെ. ആഴ്ചകൾ കടന്നുപോകുന്നു. ബ്രിസ്റ്റോളിൽ നിന്ന് പ്രഭുവിന്റെ കത്തുകൾ വരുന്നുണ്ട്. അദ്ദേഹം ഹിസ്പാനിയോള എന്ന പേരുള്ള ഒരു മികച്ച കപ്പൽ സ്വന്തമാക്കിയിരിക്കുന്നു. 200 ടണ്ണിലധികം ഭാരമുള്ള വേഗതയേറിയ മനോഹരമായൊരു കപ്പൽ. കപ്പലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് പ്രഭു. തോക്കുകൾ, വെടിമരുന്ന്, ഭക്ഷണം, വെള്ളം, മാസങ്ങളോളം കടലിൽ കഴിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നു. എന്നാൽ കപ്പലിലെ ജോലിക്കാരെ കണ്ടെത്താൻ പ്രഭുവിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ നാവികർ പോരാ, ധൈര്യശാലികളായ എന്തിനും പോന്ന ആളുകളെയാണ് ആവശ്യം. ഒടുവിൽ പ്രഭുവിന്റെ കത്തിൽ ഒരു സന്തോഷവാർത്തയെത്തുന്നു. അദ്ദേഹം ഒരു പാചകക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു, കപ്പലിലെ കുക്ക്. അവനെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പ്രഭു കത്തിലെഴുതുന്നു. ഒരു പഴയ നാവികനാണ്. യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും കടലിനെക്കുറിച്ച് അവൻ അറിയാത്തതായി ഒന്നുമില്ല. ബ്രിസ്റ്റോളിലെ ഒരു സത്രം നടത്തുകയായിരുന്നു അവൻ. ലോങ് ജോൺ സിൽവർ എന്നാണ് അവന്റെ പേര്. കപ്പലിലേക്കുള്ള ബാക്കി ജോലിക്കാരെ കണ്ടെത്താനും അവൻ എന്നെ സഹായിക്കുന്നുണ്ട്. ഒറ്റക്കാലുള്ള നാവികൻ. ആ വാചകം വായിച്ചപ്പോൾ ജിമ്മിന്റെ ഉള്ളിൽ പഴയൊരു ഭയം മിന്നിമറയുന്നു. ക്യാപ്റ്റൻ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ആ ഒറ്റക്കാലുള്ള മനുഷ്യൻ ഇവനായിരിക്കുമോ? അതോ ഇത് വെറുമൊരു യാദൃശ്ചികതയാണോ? ഡോക്ടർ ലിവ്സിക്ക് അത്തരം സംശയങ്ങളൊന്നുമില്ല. പ്രഭുവിന്റെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിശ്വാസമാണ്. യാത്രയ്ക്കുള്ള ദിവസമെടുക്കുന്നു. ജിമ്മും റെഡ്റൂത്തും കൂടി ബ്രിസ്റ്റോളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു.
മാളികയിൽ നിന്ന് യാത്ര പറയിറങ്ങുമ്പോൾ ജിമ്മിന് വല്ലാത്തൊരാവേശമാണ്. തൻ്റെ ഗ്രാമം വിട്ട് കടലുകൾ താണ്ടി അജ്ഞാതമായൊരു ദ്വീപിലേക്കുള്ള യാത്ര. വഴിയിലുടനീളം അവൻ ചിന്തിക്കുന്നത് ഹിസ്പാനിയോളയെക്കുറിച്ചും വരാനിരിക്കുന്ന സാഹസികതകളെക്കുറിച്ചും മാത്രമാണ്. ബ്രിസ്റ്റോൾ നഗരം ജിമ്മിനെ വിസ്മയിപ്പിക്കുന്നു. വലിയ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന തുറമുഖം, പല ദേശങ്ങളിൽ നിന്ന് വന്ന നാവികർ, കടൽക്കാക്കകളുടെ കരച്ചിൽ, ടാറും കയറും ഉപ്പും കലർന്ന ഗന്ധം. അവിടെ തിരക്കേറിയ തെരുവുകൾക്കിടയിൽ പ്രഭു അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നത്തേക്കാളും ഉന്മേഷവാനായി കാണപ്പെടുന്നു. നാവികന്റെ വേഷത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ജിം, ഡോക്ടർ, അദ്ദേഹം കൈവീശി കാണിക്കുന്നു. നമ്മുടെ കപ്പൽ തയ്യാറാണ്. നാളെ നമ്മൾ കടലിലേക്ക് പോകും. പ്രഭുവിന്റെ ആവേശം കണ്ടപ്പോൾ ജിമ്മിന്റെ മനസ്സിലെ ചെറിയ ഭയങ്ങളെല്ലാം മാഞ്ഞുപോകുന്നു. എന്നാൽ അവൻ അറിയുന്നില്ല, തങ്ങൾ പോകുന്നത് വെറുമൊരു നിധിവേട്ടയ്ക്കല്ല, മറിച്ച് മരണവുമായുള്ള ഒരു ചൂതുകളിക്കാണെന്ന്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് കരുതി പ്രഭു കൂടെ കൂട്ടിയ പലരും യഥാർത്ഥത്തിൽ ആരാണെന്ന സത്യം വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. പ്രത്യേകിച്ചും ആ ഒറ്റക്കാലുള്ള പാചകക്കാരൻ ലോങ് ജോൺ സിൽവർ. മെഴുകുതിരി വെളിച്ചത്തിൽ സ്ക്വയർ ട്രിലോണിയുടെ മേശപ്പുറത്ത് വിരിച്ചുവെച്ചിരിക്കുന്ന പഴയ ഭൂപടം. അതിൽ ചുവന്ന മഷിയിൽ വരച്ച എക്സ് അടയാളം വ്യക്തമായി കാണാം. ഭൂപടത്തിന് ചുറ്റും നിൽക്കുന്ന ഡോക്ടറുടെയും പ്രഭുവിൻ്റെയും ജിമ്മിൻ്റെയും നിഴലുകൾ ചുവരിൽ പതിച്ചിരിക്കുന്നു. ആ രാത്രി ജിം ബ്രിസ്റ്റോളിലെ സത്രത്തിൽ ഉറങ്ങാൻ കിടക്കുന്നു. നാളെ അവനെ കാത്തിരിക്കുന്നത് ലോങ് ജോൺ സിൽവറാണ്. ആരാണയാൾ? ഒരു സാധുവായ പാചകക്കാരനോ, അതോ ജിമ്മിൻ്റെ പേടിസ്വപ്നങ്ങളിൽ കണ്ട ആ ക്രൂരനായ കൊള്ളക്കാരനോ? അതറിയാൻ ജിം പിറ്റേന്ന് രാവിലെ തന്നെ സിൽവറിൻ്റെ സത്രത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ആ കൂടിക്കാഴ്ച കഥയുടെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ബ്രിസ്റ്റോളിലെ തുറമുഖം ഒരു വലിയ ഉത്സവപ്പറമ്പ് പോലെയാണ് ജിമ്മിന് അനുഭവപ്പെടുന്നത്. എങ്ങും തിരക്കോട് തിരക്ക്. കപ്പലുകളിലേക്ക് സാധനങ്ങൾ കയറ്റുന്നവർ, പാട്ടുപാടുന്ന നാവികർ, അന്യദേശങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാർ, കടലിൻ്റെ ഉപ്പുരസവും ടാറിൻ്റെ മണവും പലതരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധവും കാറ്റിൽ കലർന്നിരിക്കുന്നു. ജിമ്മിൻ്റെ കയ്യിൽ സ്ക്വയർ ട്രെലോണി കൊടുത്തയച്ച ഒരു കത്തുണ്ട്. അത് ലോങ് ജോൺ സിൽവർ എന്ന ആ പാചകക്കാരന് കൊടുക്കാനുള്ളതാണ്. സ്പൈഗ്ലാസ് എന്ന പേരിലുള്ള സത്രത്തിലാണ് സിൽവർ ഉള്ളത്. ജിമ്മിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. തൻ്റെ പഴയ ക്യാപ്റ്റൻ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ആ ഒറ്റക്കാലുള്ള നാവികൻ ഇവനായിരിക്കുമോ? സത്രത്തിൻ്റെ വാതിൽക്കലെത്തുമ്പോൾ ജിം ഒന്നും മടിച്ചു നിൽക്കുന്നു. എന്നാൽ അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ്റെ എല്ലാ ഭയങ്ങളെയും അസ്ഥാനത്താക്കുന്നു. സത്രം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ നല്ല വെളിച്ചമുണ്ട്. ജനാലകളിൽ ഭംഗിയുള്ള കർട്ടനുകൾ. അവിടെയൊരു മേശയ്ക്കരികിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യൻ, അയാളാണ് ലോങ് ജോൺ സിൽവർ. അയാളുടെ ഇടതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇടത് കക്ഷത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ അയാളൊരു പക്ഷിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നു. നല്ല ഉയരവും കരുത്തുമുള്ള ശരീരം, മുഖം വലിപ്പമുള്ളതും പ്രസന്നവുമാണ്. കണ്ണുകളിൽ ബുദ്ധിസാമർഥ്യം തിളങ്ങുന്നു. വന്നവർക്കെല്ലാം അയാൾ ചിരിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പുന്നു. കണ്ടാൽ ഒരു മാന്യനായ സത്രമുടമ. ജിമ്മിൻ്റെ മനസ്സിലെ ക്രൂരനായ കടൽക്കൊള്ളക്കാരൻ്റെ രൂപം അതോടെ മാഞ്ഞു പോകുന്നു. ഇത് സ്ക്വയർ ട്രെലോണിക്കുള്ള കത്തല്ലേ? ജിം നീട്ടിയ കത്ത് വാങ്ങി സിൽവർ ചോദിക്കുന്നു. ആഹാ, നീ ആയിരിക്കും നമ്മുടെ പുതിയ ക്യാബിൻ ബോയ്. നിന്നെ കണ്ടതിൽ സന്തോഷം. അയാൾ ജിമ്മിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കുലുക്കുന്നു. അയാളുടെ കൈകൾക്ക് നല്ല ശക്തിയുണ്ട്. പെട്ടെന്ന് സത്രത്തിൻ്റെ ഒരു മൂലയിൽ നിന്നൊരു ബഹളം കേൾക്കുന്നു. അവിടെ മദ്യപിച്ചിരുന്ന ഒരാൾ പണം കൊടുക്കാതെ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. ജിം അങ്ങോട്ട് നോക്കുന്നു. ആ രൂപം കണ്ടതും ജിമ്മിൻ്റെ രക്തം മരവിക്കുന്നു. മെലിഞ്ഞ ശരീരം, വിളറിയ മുഖം, കയ്യിലെ 2 വിരലുകളില്ല. ബ്ലാക്ക് ഡോഗ്. ജിം അറിയാതെ വിളിച്ചു പറയുന്നു. അവനെ പിടിക്കൂ, അവൻ കൊള്ളക്കാരനാണ്. സിൽവർ ഞെട്ടിത്തിരിയുന്നു. ആര്? ആ നായിയോ? അവൻ എൻ്റെ കടയിൽ വന്ന് പണം തരാതെ പോകാനോ? ഹാരി, അവനെ പിടിക്ക്. സിൽവർ ആജ്ഞാപിക്കുന്നു. സത്രത്തിലുണ്ടായിരുന്ന 2 പേർ വാതിലിനടുത്തേക്ക് ഓടുന്നു. പക്ഷേ ബ്ലാക്ക് ഡോഗ് അതിവേഗം പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നു. ആ തിരക്കിനിടയിൽ അവൻ അപ്രത്യക്ഷനാകുന്നു. സിൽവർ ആകെ അസ്വസ്ഥനാകുന്നു. ആരാണവൻ? നിനക്കവനെ അറിയാമോ? അയാൾ ജിമ്മിനോട് ചോദിക്കുന്നു. അവനാണ് ബ്ലാക്ക് ഡോഗ്, ക്യാപ്റ്റൻ ബില്ലിയുടെ ശത്രു, ജിം പറയുന്നു. ഓ, അപ്പോൾ ആ ഇരുന്നത് കൊള്ളക്കാരനായിരുന്നോ? എൻ്റെ കടയിൽ വെച്ച് അവനെ ഞാൻ കണ്ടില്ലല്ലോ. അവൻ റം മാത്രമേ കുടിച്ചുള്ളൂ. സിൽവർ നിഷ്കളങ്കമായി പറയുന്നു. അവൻ രക്ഷപ്പെട്ടല്ലോ. സ്ക്വയർ ട്രിലോണി അറിഞ്ഞാൽ എന്തു കരുതും? ഞാൻ അവനെ സഹായിച്ചു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുമോ? സിൽവറിൻ്റെ അഭിനയം അത്രയ്ക്ക് മികച്ചതാണ്. അയാളുടെ മുഖത്തെ വിഷമം കണ്ട് ജിമ്മിന് സഹതാപം തോന്നുന്നു. അയാൾ ഉടൻ തന്നെ തൻ്റെ വിശ്വസ്തരായ ആളുകളെ ബ്ലാക്ക് ഡോഗിനെ തിരയാൻ അയക്കുന്നു. ജിമ്മിനെ ആശ്വസിപ്പിക്കുന്നു.
നീ വിഷമിക്കേണ്ട മോനെ, നമ്മൾ സത്യസന്ധരായ നാവികരാണ്. ഇത്തരം കീടങ്ങളെ നമ്മൾ വെച്ചുപൊറുപ്പിക്കില്ല. അങ്ങനെ ലോങ് ജോൺ സിൽവർ ജിമ്മിൻ്റെ വിശ്വാസം പൂർണ്ണമായും പിടിച്ചുപറ്റുന്നു. അയാൾ ജിമ്മിനെയും കൂട്ടി നേരെ തുറമുഖത്തേക്ക് നടക്കുന്നു. അവിടെ ഹിസ്പാനിയോള എന്ന സുന്ദരിയായ കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നു. ഡോക്ടർ ലിവ്സിയും സ്ക്വയർ ട്രിലോണിയും അവിടെയുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം സിൽവർ അവരോട് വിവരിക്കുന്നു. ബ്ലാക്ക് ഡോഗിനെ പിടിക്കാൻ കഴിയാത്തതിൽ അയാൾ അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു. ഡോക്ടർക്കും പ്രഭുവിനും സിൽവറിനെ വലിയ കാര്യമാണ്. ഇത്രയും സത്യസന്ധനായ ഒരാളെ കിട്ടിയത് തങ്ങളുടെ ഭാഗ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ കപ്പലിലെ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. കപ്പലിൻ്റെ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട ക്യാപ്റ്റൻ സ്മോളറ്റ് എന്നയാൾ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം വളരെ കർക്കശക്കാരനായ, മുഖത്തു നോക്കി കാര്യം പറയുന്ന പ്രകൃതക്കാരനാണ്. പ്രഭുവിനെ കണ്ടതും അദ്ദേഹം തൻ്റെ അതൃപ്തി തുറന്നു പറയുന്നു. എനിക്ക് ഈ കപ്പലോട്ടം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ കപ്പലിലെ ജോലിക്കാരെയും ഇഷ്ടപ്പെട്ടില്ല. എന്തിനേറെ പറയുന്നു, എൻ്റെ ഓഫീസറെ പോലും എനിക്കിഷ്ടപ്പെട്ടില്ല. സ്മോളറ്റ് തുറന്നടിക്കുന്നു. അതെന്താ കാര്യം? പ്രഭുവിന് ദേഷ്യം വരുന്നു. നോക്കൂ, ക്യാപ്റ്റൻ പറയുന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. സീൽ ചെയ്ത ഉത്തരവുകളുമായാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കപ്പലിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നാവികനു പോലും അറിയാം നമ്മൾ നിധി തേടിയാണ് പോകുന്നതെന്ന്. അതെങ്ങനെ സംഭവിച്ചു? നിധി എവിടെയാണെന്ന് വരെ അവർക്കറിയാം. ഇതൊരു രഹസ്യയാത്രയല്ലേ? അതെ, അതൊരു രഹസ്യമാണ്, പ്രഭു സമ്മതിക്കുന്നു. പക്ഷേ ഇവരെല്ലാം അതറിഞ്ഞതെങ്ങനെ? അതാണ് എൻ്റെയും ചോദ്യം. ക്യാപ്റ്റൻ തുടരുന്നു. നിധി തേടിയുള്ള യാത്രകൾ എപ്പോഴും അപകടം നിറഞ്ഞതാണ്. ജീവൻ പണയം വെച്ചുള്ള കളിയാണിത്. എനിക്ക് എൻ്റെ കപ്പലിൻ്റെയും നിങ്ങളുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ട്. ഈ ജോലിക്കാർ, അവരെ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പ്രഭുവിന് ക്യാപ്റ്റൻ്റെ വാക്കുകൾ അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഡോക്ടർ ലിവ്സി ക്യാപ്റ്റൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. ഒടുവിൽ ക്യാപ്റ്റൻ സ്മോളറ്റ് ചില മുൻകരുതലുകൾ എടുക്കാൻ ആവശ്യപ്പെടുന്നു. വെടിമരുന്നും തോക്കുകളും കപ്പലിൻ്റെ മുൻഭാഗത്ത് നിന്ന് മാറ്റി ക്യാപ്റ്റൻ്റെയും ഡോക്ടറുടെയും മുറികൾക്കടുത്തേക്ക് മാറ്റണം. ജോലിക്കാരെ കപ്പലിൻ്റെ പിൻഭാഗത്തേക്ക് മാറ്റണം. തങ്ങളുടെ കൈവശം ആയുധങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ അനിഷ്ടങ്ങൾക്കിടയിലും ഹിസ്പാനിയോള യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുന്നു. കപ്പൽ പുറപ്പെടുന്ന ദിവസം വലിയ ആരവങ്ങളോടെയാണ് തുടങ്ങുന്നത്. സിൽവറിൻ്റെ നേതൃത്വത്തിൽ നാവികർ കപ്പലിൻ്റെ പായകൾ ഉയർത്തുന്നു. കാറ്റ് പായകളിൽ നിറയുമ്പോൾ ഹിസ്പാനിയോള ഒരു രാജഹംസത്തെപ്പോലെ സമുദ്രത്തിലേക്ക് തെന്നി നീങ്ങുന്നു. ബ്രിസ്റ്റോൾ നഗരം ഒരു ചെറിയ പൊട്ടുപോലെ അകന്നകന്നു പോകുന്നു. യാത്രയുടെ ആദ്യ ദിനങ്ങൾ രസകരമാണ്. സിൽവർ കപ്പലിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുന്നു. അവനെ എല്ലാവരും ബാർബിക്യൂ എന്നാണ് വിളിക്കുന്നത്. അടുക്കളയിൽ അവൻ എപ്പോഴും തിരക്കിലാണ്. ജിം ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോയി അവനോട് സംസാരിക്കും. സിൽവറിൻ്റെ തോളിൽ എപ്പോഴും ഒരു തത്തയുണ്ടാകും. പച്ച നിറമുള്ള മനോഹരമായൊരു തത്ത. ഇതാണ് ക്യാപ്റ്റൻ ഫ്ലിൻറ്റ്. സിൽവർ തത്തയെ ചൂണ്ടി ജിമ്മിനോട് പറയും, ഞാൻ എൻ്റെ പഴയ ക്യാപ്റ്റൻ്റെ പേരാണ് ഇവനിട്ടിരിക്കുന്നത്. ഇവൻ വലിയൊരു പ്രവചകനാണ്, അല്ലേടാ ഫ്ലിൻറ്റ്? ഉടൻ തന്നെ തത്ത അലറാൻ തുടങ്ങും. 8 നാണയങ്ങൾ, 8 നാണയങ്ങൾ, പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8. ആ ശബ്ദം അടുക്കളയിൽ മുഴങ്ങുമ്പോൾ ജിമ്മിന് കൗതുകവും ഒപ്പം നേരിയ ഭയവും തോന്നും. സിൽവർ ചിരിച്ചുകൊണ്ട് തത്തയ്ക്ക് പഞ്ചസാര കട്ടകൾ കൊടുത്തു പറയും, കണ്ടില്ലേ, ഇവന് പണത്തിനോട് വലിയ ആർത്തിയാണ്, എന്നെ പോലെ തന്നെ. എന്നാൽ ക്യാപ്റ്റൻ സ്മോളറ്റ് ഇപ്പോഴും സംശയദൃഷ്ടിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. മിസ്റ്റർ ആരോ എന്ന ഫസ്റ്റ് മേറ്റ് എപ്പോഴും മദ്യപിച്ച് ലെക്കകെട്ട് നടക്കുന്നത് ക്യാപ്റ്റനെ ചൊടിപ്പിക്കുന്നു. അയാൾക്ക് എവിടെ നിന്നാണ് മദ്യം കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല. ഒടുവിൽ ഒരു ഇരുണ്ട രാത്രിയിൽ മിസ്റ്റർ ആരോ കപ്പലിൽ നിന്ന് കാണാതാകുന്നു. അയാൾ കടലിൽ വീണുപോയതാകാമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതോടെ ജോബ് ആൻഡേഴ്സൺ എന്ന ബോട്ട്സ്വൈൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. കപ്പലിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് പുകയുന്നുണ്ടെന്ന് ജിമ്മിന് തോന്നുന്നു. സിൽവർ നാവികരോട് വളരെ അടുപ്പം കാണിക്കുന്നുണ്ട്. അവരോട് രഹസ്യമായി സംസാരിക്കുന്നത് ജിം ശ്രദ്ധിക്കുന്നു. എന്നാൽ സിൽവർ ജിമ്മിനോട് കാണിക്കുന്ന സ്നേഹം കാരണം അവനതൊന്നും കാര്യമാക്കുന്നില്ല. നീ മിടുക്കനാണ് ജിം, സിൽവർ പറയും. നിന്നെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നു. ആഴ്ചകൾ കടന്നുപോകുന്നു. കപ്പൽ തെക്കൻ സമുദ്രത്തിലൂടെ കുടിക്കുകയാണ്. ചൂട് കൂടിക്കൂടി വരുന്നു. എല്ലാവരും ദ്വീപ് കാണാനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ജിമ്മിൻ്റെയും കപ്പലിലുള്ളവരുടെയും വിധി മാറ്റിയെഴുതിയ ആ നിമിഷം. ഒരു ദിവസം സന്ധ്യയോടെ ജിമ്മിന് വല്ലാത്ത വിശപ്പ് തോന്നുന്നു. അത്താഴത്തിന് ഇനിയും സമയമുണ്ട്. കപ്പലിൻ്റെ ഡെക്കിൽ വെച്ചിരിക്കുന്ന വലിയ ഒരു വീപ്പയിൽ ആപ്പിളുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ആപ്പിൾ എടുത്ത് കഴിക്കാം. ജിം ആ വീപ്പയുടെ അടുത്തേറ്റ് ചെല്ലുന്നു. നോക്കുമ്പോൾ വീപ്പ ഏതാണ്ട് കാലിയാണ്.
ഏറ്റവും അടിയിൽ 1-2 ആപ്പിളുകൾ മാത്രമേ ഉള്ളൂ. ജിം ആപ്പിൾ എടുക്കാനായി വീപ്പയ്ക്കുള്ളിലേക്ക് ചാടിക്കയറുന്നു. ഉള്ളിൽ ഇരുട്ടാണ്. അവൻ വീപ്പയുടെ വശങ്ങളിൽ ചാരിയിരുന്ന് ആപ്പിൾ കടിച്ചു തിന്നാൻ തുടങ്ങുന്നു. കപ്പലിൻ്റെ താളത്തിനൊത്ത് വീപ്പയും മെല്ലെ ആടുന്നുണ്ട്. ആ സുഖത്തിൽ അവൻ അവിടെ തന്നെ ഇരുന്നു പോകുന്നു. പെട്ടെന്ന് ഭാരമുള്ള ഒരാൾ വീപ്പയുടെ അരികിൽ വന്നിരിക്കുന്നതായി ജിമ്മിന് മനസ്സിലാകുന്നു. വീപ്പ ആകെ കുലുങ്ങുന്നു. തുടർന്ന് കേട്ട ശബ്ദം ജിമ്മിനെ ഞെട്ടിക്കുന്നു. അത് സിൽവറിൻ്റെ ശബ്ദമാണ്. തൊട്ടുപിന്നാലെ വേറൊരു നാവികൻ്റെ ശബ്ദവും കേൾക്കുന്നു. അല്ലയോ സിൽവർ, നമ്മൾ എന്തിനാണ് ഇനിയും കാത്തിരിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ആ തോക്കുകൾ എടുക്കുന്നത്? ആ നാവികൻ ചോദിക്കുന്നു. ജിം ശ്വാസമടക്കി പിടിക്കുന്നു. സിൽവർ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. നീ ക്ഷമിക്കണം ഡിക് ജോൺസൺ. നമ്മൾ ആ ദ്വീപിലെത്തട്ടെ. ഈ മണ്ടൻ പ്രഭുവും ഡോക്ടറും നമുക്ക് വേണ്ടി ദ്വീപ് കണ്ടുപിടിക്കട്ടെ. നിധി കപ്പലിൽ കയറട്ടെ. അതുവരെ നമ്മൾ നല്ല കുട്ടികളായിരിക്കണം. അവർ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് കരുതിയാൽ മതി. എന്നിട്ടോ? ഡിക് ചോദിക്കുന്നു. എന്നിട്ടോ? സിൽവറിൻ്റെ ശബ്ദം മാറുന്നു. ഇപ്പോൾ അത് പഴയ സത്രമുടമയുടെ ശബ്ദമല്ല, ക്രൂരനായ ഒരു കൊലയാളിയുടെ ശബ്ദമാണ്. നിധി കപ്പലിലെത്തിയാൽ പിന്നെ അവരെ ജീവനോടെ വെച്ചേക്കണോ? മരിച്ചവർ കഥകൾ പറയില്ല ഡിക്. അതാണെൻ്റെ നയം. നമ്മളെല്ലാവരെയും മത്സ്യങ്ങൾക്ക് തീറ്റയായി കൊടുക്കും. ജിമ്മിൻ്റെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങുന്നു. അവൻ വീപ്പയ്ക്കുള്ളിൽ നിന്ന് എല്ലാം കേൾക്കുകയാണ്. താൻ വിശ്വസിച്ച, സ്നേഹിച്ച സിൽവർ, അയാൾ വെറുമൊരു പാചകക്കാരനല്ല. അയാൾ ഫ്ലിൻറ്റിൻ്റെ പഴയ ക്വാർട്ടർ മാസ്റ്ററാണ്. കപ്പലിലെ ഭൂരിഭാഗം നാവികരും അയാളുടെ സംഘത്തിൽപ്പെട്ടവരാണ്. പ്രഭുവും ഡോക്ടറും ക്യാപ്റ്റനും പിന്നെ താനും എല്ലാവരും ഒരു വലിയ ചതിക്കുഴിയിലാണ്. സിൽവർ വീണ്ടും സംസാരിക്കുന്നു. പഴയ ഫ്ലിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനകം എല്ലാവരെയും കൊന്നേനെ. ഞാൻ കുറച്ചുകൂടി മാന്യനാണ്. അവർ നമുക്ക് വേണ്ടി കപ്പലോടിക്കട്ടെ. തിരികെ വരുമ്പോൾ പാതി വഴിയിൽ വെച്ച് നമുക്ക് കാര്യം നോക്കാം. പെട്ടെന്ന് മറ്റൊരു നാവികൻ അങ്ങോട്ട് വരുന്നു. എനിക്ക് തൊണ്ട വരളുന്നു. ഈ വീപ്പയിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്താലോ? ജിം ഭയം കൊണ്ട് മരവിച്ചു പോകുന്നു. ആരെങ്കിലും കൈയിട്ടാൽ തന്നെ പിടികൂടും. അവൻ വീപ്പയുടെ അടിയിലേക്ക് ചുരുണ്ടുകൂടുന്നു. നാവികന്റെ കൈ വീപ്പയ്ക്കുള്ളിലേക്ക് നീളുന്നു. വേണ്ട, സിൽവർ അയാളെ തടയുന്നു. ആപ്പിൾ ചീഞ്ഞതാണ്. നമുക്ക് റം കുടിക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സ്പെഷ്യൽ സാധനമുണ്ട്. നാവികൻ കൈ പിൻവലിക്കുന്നു. ജിം ആശ്വാസത്തോടെ നെടുവീർപ്പിടുന്നു. പക്ഷേ അപകടം ഒഴിഞ്ഞിട്ടില്ല. അവർ അവിടെ തന്നെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു. അവരുടെ സംസാരം കേൾക്കുന്തോറും ജിമ്മിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നു. കപ്പലിലെ 26 പേരിൽ ഏതാണ്ട് 19 പേരും സിൽവറിൻ്റെ ആളുകളാണ്. സത്യസന്ധരായവർ 7 പേർ മാത്രം. ആ സമയത്താണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. കര കാണാനുണ്ട്, കര! അതോടെ സിൽവറും സംഘവും ചാടി എഴുന്നേൽക്കുന്നു. അവർ ഡെക്കിലേക്ക് ഓടുന്നു. ആ ബഹളത്തിനിടയിൽ ജിം വീപ്പയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ആരും അവനെ കാണുന്നില്ല. അവൻ നേരെ ഡോക്ടറുടെയും പ്രഭുവിൻ്റെയും അടുത്തേക്ക് ഓടുന്നു. അവൻ്റെ മുഖം ഭയം കൊണ്ട് വിളറിയിരിക്കുന്നു. ഡോക്ടർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ വെച്ചല്ല. നമുക്ക് ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് പോകാം. ജിമ്മിൻ്റെ പരവേശവും ഗൗരവവും കണ്ട് ഡോക്ടർക്ക് കാര്യം മനസ്സിലാകുന്നു. അവർ പെട്ടെന്നു തന്നെ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. വാതിലടച്ച ശേഷം ജിം താൻ വീപ്പയ്ക്കുള്ളിൽ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. സിൽവറിൻ്റെ ചതി, വരാനിരിക്കുന്ന കലാപം, അവരുടെ പദ്ധതികൾ എല്ലാം കേട്ടുകഴിഞ്ഞ് ട്രെലോണി പ്രഭു തലയിൽ കൈവച്ചിരുന്നു പോകുന്നു. ദൈവമേ, ഞാൻ കാരണം നമ്മളെല്ലാവരും മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ആ സിൽവറിനെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു. ക്യാപ്റ്റൻ സ്മോലെറ്റ് ശാന്തനായി പറയുന്നു. ഇപ്പോൾ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. നമ്മൾ ദ്വീപിലെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബുദ്ധിപൂർവ്വം നീങ്ങണം. അവർക്ക് നമ്മുടെ കൈവശമുള്ള ഭൂപടം വേണം. അതുകൊണ്ട് ഉടനെ അവർ നമ്മളെ ആക്രമിക്കില്ല. ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തണം. പുറത്ത് സിൽവർ നാവികർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ശബ്ദം കേൾക്കാം. അവൻ വീണ്ടും ആ പഴയ നല്ലവനായ പാചകക്കാരൻ്റെ വേഷം കെട്ടുകയാണ്. പക്ഷേ ജിമ്മിനിപ്പോൾ സത്യമറിയാം. ആ ചിരിക്കു പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്നത് മൂർച്ചയുള്ള കത്തിയാണെന്ന്. ഹിസ്പാനിയോള ഇപ്പോൾ ഒരു കപ്പലല്ല, പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. മുന്നിൽ നിഗൂഢമായ നിധിദ്വീപ്, പിന്നിൽ ചതിയന്മാരായ നാവികർ. ആപ്പിൾ വീപ്പയിലെ ആ ഇരുണ്ട നിമിഷം ജിമ്മിനെ ഒരു കൊച്ചു ബാലനിൽ നിന്ന് വലിയൊരു പോരാളിയാക്കി മാറ്റിയിരിക്കുന്നു. ഹിസ്പാനിയോള നിധിദ്വീപിൻ്റെ തീരത്തോടടുത്ത് നങ്കൂരമിടുമ്പോൾ അന്തരീക്ഷം ആകെ മാറിമറിഞ്ഞിരിക്കുന്നു.
ഭൂപടത്തിൽ കണ്ടപ്പോൾ തോന്നിയ ആവേശമൊന്നും ഇപ്പോൾ ജിമ്മിന്റെ മനസ്സിലില്ല. പകരം വല്ലാത്തൊരു മടുപ്പും ഭയവുമാണ് അവനെ പിടികൂടുന്നത്. കപ്പലിൽ നിന്ന് നോക്കുമ്പോൾ ആ ദ്വീപൊരു പ്രേതഭൂമി പോലെയാണ് കാണപ്പെടുന്നത്. ചാരനിറത്തിലുള്ള കാടുകൾ മലഞ്ചെരിവുകളെ മൂടിക്കിടക്കുന്നു. അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന കരിമ്പാറകൾ. ഏറ്റവും ഉയരത്തിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന സ്പൈഗ്ലാസ് ഹിൽ എന്ന മല. കടൽക്കാറ്റിനു പോലും അവിടെ വല്ലാത്തൊരു ഗന്ധമാണ്. ചീഞ്ഞ മുട്ടയുടെയും അഴുകിയ ഇലകളുടെയും നാറ്റം. ഉച്ചവെയിൽ കത്തുന്ന ആ സമയത്ത് ദ്വീപ് മുഴുവൻ പനി പിടിച്ചതുപോലെ വിറയ്ക്കുകയാണെന്ന് ജിമ്മിന് തോന്നുന്നു. ചതുപ്പുനിലങ്ങളിൽ നിന്നുയരുന്ന നീരാവി മലമ്പനിയുടെ ലക്ഷണമാണെന്ന് ഡോക്ടർ ലിവ്സി നിരീക്ഷിക്കുന്നു. കപ്പലിലെ സ്ഥിതിയും ഒട്ടും മെച്ചമല്ല. നാവികർക്കിടയിൽ മുറുമുറുപ്പ് ശക്തമായിരിക്കുന്നു. അവർക്കിനി കാത്തിരിക്കാൻ വയ്യ. കപ്പലിൽ നിന്ന് ചാടിയിറങ്ങി നിധി തേടി പോകാൻ അവർ വെമ്പൽ കൊള്ളുകയാണ്. സിൽവർ കഷ്ടപ്പെട്ടാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഏതു നിമിഷവും ഒരു ലഹള പൊട്ടിപ്പുറപ്പെടാം. ഇത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ സ്മോളേറ്റ് ഒരു ബുദ്ധിപരമായ നീക്കം നടത്തുന്നു. അദ്ദേഹം നാവികരെ വിളിച്ചു പറയുന്നു, സുഹൃത്തുക്കളെ, നമ്മൾ വലിയൊരു യാത്ര കഴിഞ്ഞു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് ഇന്നുച്ചതിരിഞ്ഞ് നിങ്ങൾക്ക് വള്ളങ്ങളിൽ കയറി ദ്വീപിലേക്ക് പോകാം. വൈകുന്നേരം വരെ അവിടെ ചുറ്റിക്കറങ്ങാം, വിശ്രമിക്കാം. സൂര്യാസ്തമയത്തിന് മുൻപ് തിരിച്ചെത്തിയാൽ മതി. ഇതു കേട്ടതും നാവികർ ആർത്തു വിളിക്കുന്നു. അവർക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു. ക്യാപ്റ്റൻ സ്മുള്ളേറ്റിന്റെ കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. സിൽവറും സംഘവും കപ്പലിൽ നിന്ന് മാറിയാൽ ബാക്കിയുള്ള വിശ്വസ്തരായ ആളുകൾക്ക് ആയുധങ്ങൾ തയ്യാറാക്കാനും പ്രതിരോധം തീർക്കാനും സമയം കിട്ടും. സിൽവറാണ് വള്ളങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 13 പേർ വള്ളങ്ങളിൽ കയറുന്നു. 6 പേർ കപ്പലിൽ അവശേഷിക്കുന്നു. ഈ സമയത്താണ് ജിം ഹോക്കിൻസ് ആരും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷേ ഏറ്റവും അപകടകരമായ ആ തീരുമാനമെടുക്കുന്നത്. സിൽവർ കയറിയ വള്ളത്തിന് തൊട്ടു പിന്നാലെ പോകുന്ന മറ്റൊരു വള്ളത്തിലേക്ക് ജിം ചാടിക്കയറുന്നു. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം. കരയിൽ സിൽവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരിട്ട് കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹം. വള്ളം കരയോടടുക്കുമ്പോൾ സിൽവർ ജിമ്മിനെ കാണുന്നു. അവന്റെ മുഖത്ത് ഞെട്ടലും പിന്നെ ക്രൂരമായൊരു ചിരിയും മിന്നിമറിയുന്നു. ജിം, നീയും വരുന്നുണ്ടോ? സിൽവർ വിളിച്ചു ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടപ്പോഴാണ് താൻ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ജിമ്മിന് മനസ്സിലാകുന്നത്. കരയിലെത്തിയാൽ താൻ അവരുടെ പിടിയിലാകും. വള്ളം മണലിൽ തട്ടിയ നിമിഷം ജിം ആരുടെയും മുഖത്തു നോക്കാതെ കാട്ടിലേക്ക് ഓടുന്നു. നിൽക്ക് ജിം, നിൽക്ക്. സിൽവർ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ജിം തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ മരങ്ങൾക്കിടയിലൂടെ വള്ളിപ്പടർപ്പുകൾ വകഞ്ഞുമാറ്റി ശ്വാസം മുട്ടുന്നതുവരെ ഓടുന്നു. ഒടുവിൽ സുരക്ഷിതമായൊരിടത്തെത്തിയെന്ന് തോന്നിയപ്പോൾ അവൻ കിതച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ദ്വീപ് വിജനമാണ്. പക്ഷികളുടെ കരച്ചിലും കാറ്റിന്റെ ഇരമ്പലും മാത്രം. ജിം മെല്ലെ നടക്കാൻ തുടങ്ങുന്നു. അല്പം ദൂരെയായി 2 പേർ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ജിം ഒരു മരത്തിനു പിന്നിൽ പതുങ്ങി നിൽക്കുന്നു. അത് സിൽവറും ടോം എന്ന നാവികനുമാണ്. ടോം കപ്പലിലെ സത്യസന്ധരായ നാവികരിലൊരാളാണ്. സിൽവർ അവനെ തന്റെ സംഘത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുകയാണ്. ടോം, നീ എന്റെ പഴയ സുഹൃത്തല്ലേ? സിൽവർ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുന്നു. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സിൽവർ. ടോം ദേഷ്യത്തോടെ കൈതട്ടി മാറ്റുന്നു. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങളൊരു ചതിയനാണ്. ക്യാപ്റ്റൻ സ്മൊലറ്റിനെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ തല പോയാലും ഞാൻ എന്റെ കടമയിൽ നിന്ന് മാറില്ല. സിൽവറിന്റെ മുഖം മാറുന്നു. ആ സമയത്താണ് ദൂരെ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തുനിന്ന് മനുഷ്യന്റെ നിലവിളി കേൾക്കുന്നത്. നീണ്ടുനിന്ന് ദയനീയമായൊരു നിലവിളി. അത് പെട്ടെന്ന് നിലയ്ക്കുന്നു. കാട് വീണ്ടും നിശബ്ദമാകുന്നു. അതെന്താണ്? ടോം ഭയത്തോടെ ചോദിക്കുന്നു. ആ ശബ്ദം, അത് അലനല്ലേ? സിൽവർ ക്രൂരമായി ചിരിക്കുന്നു. അതെ, അലൻ തന്നെയായിരിക്കും. അവനും നിന്നെപ്പോലെ മര്യാദരാമനായി കാണും. എന്റെ പിള്ളേർ അവനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാകും. അലനെ കൊന്നുവല്ലേ? ടോം അലറുന്നു. എങ്കിൽ കേട്ടോളൂ സിൽവർ, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ കൂടില്ല. നിങ്ങൾ നരകത്തിൽ പോകും. ഇത്രയും പറഞ്ഞ് ടോം തിരിഞ്ഞു നടക്കുന്നു. എന്നാൽ സിൽവർ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അയാൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് തന്റെ ഇടത് കക്ഷത്തിലിരുന്ന ഭാരമുള്ള ഊന്നുവടി ശക്തിയായി ടോമിന് നേരെ എറിയുന്നു. വായുവിൽ കറങ്ങിപ്പായുന്ന ആ വടി ഒരു കുന്തം പോലെ ടോമിന്റെ നട്ടെല്ലിൽ ചെന്നിടിക്കുന്നു. നട്ടെല്ലൊടിയുന്ന ശബ്ദം. ടോം നിലവിളിക്കാൻ പോലുമാകാതെ മുഖം കുത്തി മണ്ണിലേക്ക് വീഴുന്നു. സിൽവർ ഒരു വന്യമൃഗത്തെപ്പോലെ ഒറ്റക്കാലിൽ ചാടി ടോമിന്റെ അടുത്തെട്ടുന്നു. അയാൾ തന്റെ അരയിൽ നിന്ന് വലിയൊരു കത്തി വലിച്ചൂരുന്നു. ജിം വിറച്ചു പോകുന്നു. കണ്ണുകൾ ഇറുക്കി അടയ്ക്കാൻ അവന് ശ്രമിക്കുന്നു. പക്ഷെ അവന് കഴിയുന്നില്ല. സിൽവർ ടോമിന്റെ ശരീരത്തിലേക്ക്
2 തവണ കത്തിക്കുത്തി ഇറക്കുന്നു. പിടച്ചുകൊണ്ടിരുന്ന ആ ശരീരം നിശ്ചലമാകുന്നു. നിധിദ്വീപിലെ മണ്ണിൽ ആദ്യത്തെ ചോര വീഴുന്നു. സിൽവർ കത്തി പുല്ലിൽ തുടച്ച് വൃത്തിയാക്കുന്നു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നൊരു വിസിലെടുത്തൂതുന്നു. അത് മറ്റു കൊള്ളക്കാർക്കുള്ളതാണ്. താൻ ചെയ്ത കൊലപാതകത്തിൽ അയാൾക്കൊരു കുറ്റബോധവുമില്ല. അയാൾ മൃതശരീരത്തെ ഒന്ന് തട്ടിയിട്ട് തൻ്റെ ഊന്നുവടിയും എടുത്ത് നടക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിനു പിന്നിൽ നിൽക്കുന്ന ജിമ്മിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. സിൽവർ വെറുമൊരു കൊള്ളക്കാരനല്ല, പിശാചാണ്. തന്നെ എങ്ങാനും ഇപ്പോൾ പിടിക്കപ്പെട്ടാൽ ടോമിന് സംഭവിച്ചത് തന്നെയാകും തനിക്കും സംഭവിക്കുക. വിസിലിൻ്റെ ശബ്ദം കേട്ട് മറ്റു കൊള്ളക്കാർ അങ്ങോട്ട് വരുന്നുണ്ടാകും. ജിം പതുക്കെ അവിടെ നിന്ന് പിന്മാറുന്നു. പിന്നെ അവൻ ഓടാൻ തുടങ്ങുന്നു. ദിശയറിയാതെ, ലക്ഷ്യമില്ലാതെ. തലയ്ക്കു മുകളിൽ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. സൂര്യൻ ഉച്ചിയിൽ കത്തി നിൽക്കുന്നു. ദാഹവും ഭയവും കൊണ്ട് ജിമ്മിൻ്റെ തൊണ്ട വരളുന്നു. കപ്പലിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ പോയാൽ സിൽവർ എന്നെ കൊല്ലും. ഇവിടെ നിന്നാലോ? ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്. ജിമ്മിൻ്റെ ചിന്തകൾ അവ്യക്തമാകുന്നു. അവൻ ഓടിത്തളർന്ന് ഒരു വലിയ കുന്നിൻ ചെരുവിലെത്തുന്നു. അവിടെ നിന്ന് നോക്കിയാൽ താഴെ കടലും ദൂരെ നങ്കൂരമിട്ടിരിക്കുന്ന ഹിസ്പാനിയോളയും കാണാം. കപ്പലിൽ ഇപ്പോഴും ബ്രിട്ടീഷ് പതാക പാറുന്നുണ്ട്. അത് കാണുമ്പോൾ ജിമ്മിന് കരച്ചിൽ വരുന്നു. താൻ സ്നേഹിച്ച ലോകം എത്ര ദൂരെയാണ്. ഇവിടെ താൻ മരണത്തിൻ്റെ നിഴലിലാണ്. പെട്ടെന്ന് ജിമ്മിൻ്റെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നു. താൻ നിൽക്കുന്ന കുന്നിൻ്റെ മറുഭാഗത്ത് മരങ്ങൾക്കിടയിൽ എന്തോ അനങ്ങുന്നു. അതൊരു മൃഗമാണോ, അതോ മനുഷ്യനോ, അതോ സിൽവറിൻ്റെ ആളുകൾ തന്നെയാണോ? ആ രൂപം മരങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ പായുകയാണ്. ഒരു മനുഷ്യൻ്റെ ആകൃതിയുണ്ട്, പക്ഷേ ഒരു കുരങ്ങിനെ പോലെയാണ് ഓടുന്നത്. കറുത്ത നിറത്തിലുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ. അയാൾ ഇടയ്ക്കിടെ നിന്ന് ജിമ്മിനെ ഉറ്റുനോക്കുന്നു. സിൽവറിനെ ഭയന്ന് ഓടിവന്ന ജിം ഇപ്പോൾ മറ്റൊരപകടത്തിനു മുന്നിലാണ്. മുന്നിൽ അജ്ഞാതമായ ആ രൂപം, പിന്നിൽ കൊലയാളികളായ കൊള്ളക്കാർ. ജിം തൻ്റെ കയ്യിലുള്ള ചെറിയ തോക്ക് മുറുക്കി പിടിക്കുന്നു. ക്യാപ്റ്റൻ സ്മോലറ്റ് പുറപ്പെടും മുൻപ് കൊടുത്തതാണത്. ആരായാലും വരട്ടെ, ഞാൻ പോരാടും, ജിം മനസ്സിൽ ഉറപ്പിക്കുന്നു. അവൻ ധൈര്യം സംഭരിച്ച് ആ രൂപത്തിന് നേരെ നടക്കുന്നു. ജിം അടുക്കുന്തോറും ആ രൂപം പിന്നോട്ട് മാറുന്നില്ല. പകരം അത് കാത്തു നിൽക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതൊരു മനുഷ്യൻ തന്നെയാണ്. കാട്ടാളനെപ്പോലെ തോന്നിക്കുന്ന മുടി നീട്ടി വളർത്തിയ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ജിമ്മിനു മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കൈകൾ കൂപ്പുന്നു. അയാളുടെ കണ്ണുകളിൽ ഭയമല്ല, മറിച്ച് വല്ലാത്തൊരു തിളക്കമാണ്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മനുഷ്യനെ കണ്ടതിൻ്റെ സന്തോഷം. നീ ആരാണ്? ജിം തോക്ക് താഴ്ത്തിക്കൊണ്ട് ചോദിക്കുന്നു. ആ മനുഷ്യൻ പരുക്കൻ ശബ്ദത്തിൽ, എന്നാൽ വിറയലോടെ മറുപടി പറയുന്നു. ഞാൻ പാവം ബെൻഗണ്ണാണ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. 3 വർഷമായി ഒരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചിട്ട്. ജിം അത്ഭുതത്തോടെ അയാളെ നോക്കുന്നു. 3 വർഷം ഈ വിജനമായ ദ്വീപിൽ ഒറ്റയ്ക്ക്. ഇയാൾ ആരാകും? സിൽവറിൻ്റെ ശത്രുവാണോ, മിത്രമാണോ? നിധിദ്വീപിലെ ചോരക്കളികൾക്കിടയിൽ ഈ പുതിയ കഥാപാത്രം എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഭയത്തിൻ്റെ മുൾമുനയിൽ നിന്ന് ജിം പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം കാണാൻ തുടങ്ങുന്നു. ബെൻ ഗണ്ണോ? ജിം ആ പേര് മന്ത്രിച്ചു. ആ പേരവന് പരിചിതമായി തോന്നിയില്ല. 3 വർഷമായി ഇവിടെ ഒറ്റയ്ക്കാണെന്നോ? ജിം ആ മനുഷ്യനെ അടിമുടി നോക്കി. വെയിലേറ്റ് കരുവാളിച്ച തൊലി, കീറിപ്പറിഞ്ഞ പഴയ കപ്പൽ പായകൾ കൊണ്ടാണ് അയാൾ വസ്ത്രങ്ങൾ തുന്നിയിരിക്കുന്നത്. ആ വസ്ത്രങ്ങൾ ശരീരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പലയിടത്തും പിച്ചള ബട്ടണുകളും മരക്കമ്പുകളും ഉപയോഗിച്ചിരിക്കുന്നു. കാലിൽ ആട്ടിൻതോൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ കാട്ടിൽ ജീവിച്ചാൽ എങ്ങനെയിരിക്കുമോ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ബെൻഗൺ. എന്നാൽ അയാളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. നീല നിറമുള്ള ആ കണ്ണുകൾ ജിമ്മിനെ അത്ഭുതത്തോടെ ഉറ്റുനോക്കി. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ അമ്മ നല്ലൊരു ഭക്തയായിരുന്നു. ഞാനും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടതോടെ ഞാൻ എല്ലാം മറന്നു. ബെൻഗൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ ചിരിയിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ ജിമ്മിൻ്റെ കയ്യിൽ പിടിച്ചു. മോനെ, നിന്റെ കയ്യിൽ ഒരു കഷ്ണം ചീസുണ്ടോ? വറുത്ത ചീസ്. ജിം നിസ്സഹായനായി തലയാട്ടി. ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ കപ്പലിൽ തിരിച്ചെത്തിയാൽ നിനക്ക് ധാരാളം ചീസ് തരാം. ചീസ്?
ബെൻഗൺ കൊതിയോടെ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ സ്വപ്നം കാണുന്നത് ചീസിനെക്കുറിച്ചാണ്. കല്ലിൽ വെച്ച് വറുത്തെടുത്ത നല്ല മൊലിഞ്ഞ ചീസ്. ജിം ചുറ്റും നോക്കി. കാട് നിശബ്ദമാണ്. സിൽവറിന്റെ ആളുകൾ അടുത്തൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. നമുക്കിവിടുന്ന് മാറണം, ആരെങ്കിലും വന്നാൽ അപകടമാണ്, ജിം പറഞ്ഞു. ബെൻഗൺ ജിമ്മിനോട് കൂടുതൽ അടുത്തു. നീ ആരുടെ കപ്പലിലാണ് വന്നത്? അത് ഫ്ലിൻറ്റിന്റെ കപ്പലല്ലല്ലോ. അല്ല, ജിം പറഞ്ഞു. ഫ്ലിൻറ്റ് മരിച്ചുപോയി. പക്ഷേ ഫ്ലിൻറ്റിന്റെ ചില ആളുകൾ ആ കപ്പലിലുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ അവനുണ്ടോ, ഒറ്റക്കാലുള്ളവൻ? ബെൻഗൺ ഭയത്തോടെ ചോദിച്ചു. ലോങ് ജോൺ സിൽവറോ? ഉണ്ട്, അവനാണ് കുക്ക്. അവനാണിപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, ജിം മറുപടി നൽകി. സിൽവറിന്റെ പേര് കേട്ടതും ബെൻഗൺ ഞെട്ടിവിറച്ചു. സിൽവറോ? അവൻ ഈ ദ്വീപിൽ തിരിച്ചെത്തിയെന്നോ? എങ്കിൽ നമ്മൾ തീർന്നു, ഞാനും നീയും തീർന്നു, ജിം അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ ഒരു പ്രഭുവും ഡോക്ടറുമുണ്ട്. അവർ നല്ലവരാണ്. പക്ഷെ സിൽവർ അവരെ ചതിച്ചു. ഇപ്പോൾ ഞങ്ങൾ വലിയ കുഴപ്പത്തിലാണ്. ബെൻഗൺ ചിന്താധീനനായി. പ്രഭു നല്ലവനാണോ? എന്നെപ്പോലെ പാവപ്പെട്ട ഒരു നാവികനെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? എന്നെ തിരികെ വീട്ടിലെത്തിക്കുമോ? തീർച്ചയായും, ജിം ഉറപ്പു നൽകി. നീ ഞങ്ങളെ സഹായിച്ചാൽ പ്രഭു നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അപ്പോൾ ബെൻഗൺ ജിമ്മിന്റെ കാതിൽ ഒരു രഹസ്യം പോലെ മന്ത്രിച്ചു. ഞാൻ വലിയൊരു പണക്കാരനാണ് ജിം. നീ വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ പണക്കാരനാണ്. ജിമ്മിന് തോന്നി ഇയാൾക്ക് ഭ്രാന്താണെന്ന്. ഈ കാട്ടിൽ കഴിയുന്ന ഇയാൾ എങ്ങനെ പണക്കാരനാകും? ജിമ്മിന്റെ മുഖത്തെ സംശയം കണ്ട് ബെൻഗൺ ചിരിച്ചു. നിനക്ക് വിശ്വാസമില്ലല്ലേ? സാരമില്ല, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുൻപ് ഫ്ലിൻറ്റിന്റെ കപ്പലിലായിരുന്നു. അന്ന് ഫ്ലിൻറ്റ് ഈ ദ്വീപിലേക്ക് വന്നത് ആ വലിയ നിധി ഒഴിപ്പിക്കാനായിരുന്നു. 6 പേരെയാണ് അവൻ കരയിലേക്ക് കൊണ്ടുപോയത്. ഒരാഴ്ച കഴിഞ്ഞ് ഫ്ലിൻറ്റ് മാത്രം തിരികെ വന്നു. ബാക്കി 6 പേരെയും അവൻ കൊന്നുകളഞ്ഞിരുന്നു. എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ആ നിധിയുടെ രഹസ്യമറിയുന്നവരായി ആരും ജീവിച്ചിരിക്കരുത് എന്നവന് നിർബന്ധമുണ്ടായിരുന്നു. ജിം ശ്വാസം അടക്കിപ്പിടിച്ചു കേട്ടുനിന്നു. ക്യാപ്റ്റൻ ബിൽ സത്രത്തിൽ വെച്ച് പറഞ്ഞ കഥകൾ സത്യമായിരുന്നു. പിന്നീട് ബെൻഗൺ തുടർന്നു. ഞാൻ മറ്റൊരു കപ്പലിൽ ഈ വഴി വന്നു. അന്ന് ഞാൻ ആ കപ്പലിലെ നാവികരോട് പറഞ്ഞു, ഇവിടെ വലിയ നിധിയുണ്ട്, നമുക്ക് തിരയാമെന്ന്. 12 ദിവസം ഞങ്ങൾ തിരഞ്ഞു, പക്ഷേ ഒന്നും കണ്ടില്ല. ഒടുവിൽ ദേഷ്യം വന്ന അവർ എന്നെ ഈ ദ്വീപിൽ ഉപേക്ഷിച്ചു പോയി. നിനക്ക് നിധി വേണമെങ്കിൽ നീ തന്നെ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് അവർ എന്നെ തനിച്ചാക്കി. ബെൻഗൺ ജിമ്മിനെ നോക്കി കണ്ണിറുക്കി. പക്ഷേ ജിം, ഞാനത് കണ്ടുപിടിച്ചു. ഫ്ലിൻറ്റിന്റെ നിധി. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതെവിടെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ജിമ്മിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. ഈ വിചിത്രനായ മനുഷ്യൻ പറയുന്നത് സത്യമാണോ? അതോ ഒറ്റപ്പെടൽ കാരണമുണ്ടായ വിഭ്രാന്തിയാണോ? നിന്റെ പ്രഭുവിനോട് നീ പറയണം, ബെൻഗൺ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. പക്ഷേ അവൻ ഉറപ്പുവേണം. 1000 പൗണ്ട് എനിക്ക് തരുമെന്നും എന്നെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രഭു വാക്ക് തരണം. എങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം. പെട്ടെന്ന് ദൂരെ നിന്ന് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു. കാട് മുഴുവൻ വിറച്ചുപോയി. പീരങ്കി, ജിം വിളിച്ചു പറഞ്ഞു. യുദ്ധം തുടങ്ങി. തൊട്ടുപിന്നാലെ തോക്കുകൾ പൊട്ടുന്ന ശബ്ദവും കേട്ടു. കപ്പലിലുള്ളവരും കരയിലുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയെന്ന് വ്യക്തം. വാ, നമുക്ക് പോകാം. ബെൻഗൺ ജിമ്മിന്റെ കൈ പിടിച്ചു വലിച്ചു. എൻ്റെ കയ്യിലൊരു വള്ളമുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ആട്ടിൻതോൽ കൊണ്ട് പൊതിഞ്ഞ ഒരു ചെറിയ വള്ളം. അത് വെള്ളപ്പാറയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ നമുക്കത് ഉപയോഗിക്കാം. അവർ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. പീരങ്കി ശബ്ദങ്ങൾ കൂടിക്കൂടി വന്നു. ബ്രിട്ടീഷ് പതാക പാറുന്ന കപ്പലിൽ നിന്ന് ദ്വീപിലേക്ക് തീഗോളങ്ങൾ പാഞ്ഞുവരുന്നത് ജിം കണ്ടു. നോക്കൂ, ബെൻഗൺ ചൂണ്ടിക്കാണിച്ചു. നിന്റെ കൂട്ടുകാർ ആ പഴയ കോട്ടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഫ്ലിൻറ്റ് പണ്ടുണ്ടാക്കിയതാണ് ആ തടിക്കോട്ട. ദൂരെ മരങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് പുകയുയരുന്നത് ജിം കണ്ടു. ഡോക്ടറും പ്രഭുവും അവിടെ എത്തിയിട്ടുണ്ടാകണം. അവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പഴയ കോട്ടയിൽ അഭയം തേടിയിരിക്കുകയാണ്. അവർ സുരക്ഷിതരാണോ? ജിം ആശങ്കയോടെ ചോദിച്ചു. ഫ്ലിൻറ്റിന്റെ കോട്ട തകർക്കാൻ സിൽവറിന് എളുപ്പമല്ല, ബെൻഗൺ പറഞ്ഞു. പക്ഷെ അവരുടെ കയ്യിൽ ഭക്ഷണമില്ലെങ്കിൽ അവർ വലയും. നീ വേഗം അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് പ്രഭുവിനോട് എൻ്റെ കാര്യങ്ങൾ പറയണം. ബെൻഗൺ കാടിൻ്റെ അതിർത്തിയിൽ തന്നെ നിന്നു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എനിക്ക് സിൽവറിനെ പേടിയാണ്. നീ പോയി പ്രഭുവിനെ കണ്ട് കാര്യം പറഞ്ഞ് തിരികെ വാ. രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ നിന്നെ കാത്തിരിക്കും. ജിം തലയാട്ടി. പുതിയൊരു പ്രതീക്ഷയോടെ അവൻ കോട്ട ലക്ഷ്യമാക്കി ഓടി.
ബെൻഗൺ എന്ന ഈ ഏകാഗിയായ മനുഷ്യൻ വെറുമൊരു ഭ്രാന്തനല്ല. അയാൾ ഈ കളിയുടെ ഗതി മാറ്റാൻ പോകുന്ന നിർണായക ശക്തിയാണ്. അയാളുടെ കയ്യിലുള്ള അറിവും ആ ചെറിയ വള്ളവും ഒരുപക്ഷെ അതാവും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. ജിം കോട്ടയുടെ മതിൽക്കെട്ടിനടുത്തെത്തി. വെടിയുണ്ടകൾ ചീറിപ്പായുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു പറഞ്ഞു, "ഡോക്ടർ, ഇത് ഞാനാണ്, ജിം." ഉള്ളിൽ നിന്ന് ആഹ്ലാദഭരിതമായ ശബ്ദങ്ങൾ കേട്ടു. വാതിൽ തുറന്നു. ജിം അകത്തേക്ക് ചാടിക്കയറി. അവിടെ ഡോക്ടറും പ്രഭുവും ക്യാപ്റ്റൻ സ്മോളറ്റും അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. എല്ലാവരും കരുതിയത് ജിം മരിച്ചു എന്നാണ്. "ജിം, നീ ജീവിച്ചിരിപ്പുണ്ടല്ലോ." ഡോക്ടർ അവനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ സംസാരിക്കാൻ സമയമില്ലായിരുന്നു. പുറത്ത് സിൽവറിന്റെ ആളുകൾ കോട്ട വലയുകയാണ്. ജിം കിതച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്കൊരാളെക്കുറിച്ച് പറയാനുണ്ട്, ബെൻഗൺ. അയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. പക്ഷേ അയാൾക്കൊരാഗ്രഹമുണ്ട്, വറുത്ത ചീസ്." എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. വലിയൊരു യുദ്ധത്തിന് നടുവിൽ നിൽക്കുമ്പോൾ വറുത്ത ചീസ് ആഗ്രഹിക്കുന്ന ഒരു കാട്ടാളൻ. എന്നാൽ ജിമ്മിന്റെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് വെറുമൊരു തമാശയല്ലെന്ന്. കോട്ടയ്ക്ക് പുറത്ത് സന്ധ്യ മയങ്ങുന്നു. കാട്ടിൽ നിന്ന് ചീവീടുകളുടെ കരച്ചിൽ കേട്ടു തുടങ്ങി. ഒപ്പം സിൽവറിന്റെ നാവികരുടെ ആക്രോശങ്ങളും. വരാനിരിക്കുന്നത് ഭയാനകമായ ഒരു രാത്രിയാണ്. എന്നാൽ ഇത്തവണ ജിമ്മിനും കൂട്ടർക്കും ഒരു രഹസ്യായുധമുണ്ട്. ദ്വീപിന്റെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന, ചീസ് കൊതിക്കുന്ന ആ ഏകാഗിയായ മനുഷ്യൻ. അഡ്മിറൽ ബെൻബോ സത്രത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ചോരയും വെടിമരുന്നും നിറഞ്ഞ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ജിം ഹോക്കിൻസ് തിരിച്ചെത്തിയതോടെ ആ പഴയ തടിയിലുണ്ടാക്കിയ കോട്ടയ്ക്കുള്ളിൽ ജീവൻ പണയം വെച്ചുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. കോട്ടയുടെ അകത്തളത്തിൽ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷമാണ്. പുറത്ത് ഉച്ചവെയിൽ കത്തുമ്പോൾ അകത്ത് ഭയവും ആകാംക്ഷയും തളം കെട്ടി നിൽക്കുന്നു. ജിം താൻ കണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർക്കും പ്രഭുവിനും ക്യാപ്റ്റനും വിവരിച്ചു കൊടുക്കുന്നു. ബെൻഗൺ എന്ന ആ വിചിത്ര മനുഷ്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡോക്ടർ ലിവ്സി വളരെ ശ്രദ്ധയോടെയാണ് കേൾക്കുന്നത്. അയാൾക്ക് വറുത്ത ചീസ് വേണമെന്നാണോ പറഞ്ഞത്? ഡോക്ടർ താടിയിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കുന്നു. ജിം, നീ എൻ്റെ സ്നഫ് ബോക്സ് കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ എപ്പോഴും ഒരു കഷ്ണം ഇറ്റാലിയൻ ചീസ് കരുതാറുണ്ട്. ഈ യുദ്ധം കഴിഞ്ഞാൽ നമുക്കത് ബെൻഗണ്ണിന് കൊടുക്കാം. പക്ഷേ അയാളുടെ ബുദ്ധിക്ക് വല്ല തകരാറുമുണ്ടോ? എനിക്കറിയില്ല, ജിം മറുപടി പറയുന്നു. അയാൾ വിചിത്രമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു. അന്ന് രാത്രി അവർ മാറി മാറി കാവൽ നിൽക്കുന്നു. പുറത്ത് കാട്ടിൽ നിന്ന് ഇടയ്ക്കിടെ നാവികരുടെ പാട്ടും ബഹളവും കേൾക്കാം. അവർ മദ്യപിച്ച് ആഘോഷിക്കുകയാണ്. എന്നാൽ കോട്ടയ്ക്കുള്ളിൽ ആരും ഉറങ്ങുന്നില്ല. ആയുധങ്ങൾ വൃത്തിയാക്കിയും വെടിമരുന്ന് നിറച്ചും അവർ നേരം വെളുപ്പിക്കുന്നു. ക്യാപ്റ്റൻ സ്മോളറ്റ് എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു നൽകുന്നു. ആർക്കും വിശ്രമമില്ല. നാളെ നേരം പുലരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പ്രഭാതം പൊട്ടിവിടരുന്നു. കോട്ടയ്ക്ക് ചുറ്റുമുള്ള മഞ്ഞുകണം മാറും മുമ്പ് തന്നെ കാവൽക്കാരൻ്റെ വിസിൽ മുഴങ്ങുന്നു. വെള്ളക്കുടി, അവർ സമാധാനത്തിന് വരുന്നു. എല്ലാവരും തോക്കുകളുമായി തയ്യാറെടുക്കുന്നു. നോക്കുമ്പോൾ കോട്ടയ്ക്ക് മുന്നിലെ മരങ്ങൾക്കിടയിൽ നിന്ന് 2 പേർ വരുന്നു. ഒരാൾ വെള്ളക്കുടി പിടിച്ചിരിക്കുന്നു. മറ്റേയാൾ സാക്ഷാൽ ലോങ് ജോൺ സിൽവർ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ക്യാപ്റ്റൻ സ്മോളറ്റ് കോട്ടയുടെ മതിലിന് മുകളിലൂടെ വിളിച്ചു ചോദിക്കുന്നു. ക്യാപ്റ്റൻ സിൽവർ സമാധാന ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. സിൽവർ ഉച്ചത്തിൽ മറുപടി നൽകുന്നു. ക്യാപ്റ്റൻ സിൽവറോ? അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, സ്മോളറ്റ് പരിഹസിക്കുന്നു. എന്റെ പാചകക്കാരനായിരുന്ന സിൽവറിനെ മാത്രമേ എനിക്കറിയൂ. എങ്കിലും ചർച്ചയ്ക്കായി സിൽവറിനെ മാത്രം കോട്ടയ്ക്കരികിലേക്ക് വരാൻ സ്മോളറ്റ് അനുവദിക്കുന്നു. കഷ്ടപ്പെട്ട് വേച്ച് സിൽവർ കോട്ടയുടെ മതിൽക്കലെത്തുന്നു. അയാൾ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. നീലനിറമുള്ള കോട്ടും തലയിൽ ഒരു വലിയ തൊപ്പിയും. എന്നാൽ അയാളുടെ മുഖത്ത് പഴയ ചിരിയില്ല. കഠിനമായ വെറുപ്പും വാശിയുമാണ് അവിടെ നിഴലിക്കുന്നത്. നോക്കൂ ക്യാപ്റ്റൻ, സിൽവർ മണലിൽ ഇരുന്നുകൊണ്ട് പറയുന്നു. ഇന്നലെ രാത്രി നിങ്ങളുടെ ആളുകൾ ഒരാളെ കൊന്നു. തലയോട്ടി തകർത്താണ് കൊന്നത്. അതാരായാലും വലിയ മിടുക്കനാണ്. യഥാർത്ഥത്തിൽ അത് ബെൻഗൺ ആയിരുന്നു ചെയ്തത്. പക്ഷേ സിൽവർ കരുതിയത് കോട്ടയിലുള്ളവരാണെന്നാണ്. നമുക്കീ കളി അവസാനിപ്പിക്കാം. എനിക്കാ ഭൂപടം തരൂ. പകരം നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഒന്നുകിൽ നിങ്ങളെ ഞാൻ കപ്പലിൽ കയറ്റി ഒരിടത്ത് ഇറക്കിവിടാം. അല്ലെങ്കിൽ അടുത്ത കപ്പൽ വരുന്നതുവരെ നിങ്ങൾക്കിവിടെ കഴിയാം. ഞാൻ വാക്ക് തരുന്നു. ക്യാപ്റ്റൻ സ്മോളറ്റ് പുകവലിച്ചുകൊണ്ട് സിൽവറിനെ ഉറ്റുനോക്കുന്നു. തീർന്നോ? ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കൂ. നിങ്ങൾ ഓരോരുത്തരായി ആയുധം താഴെയിട്ട് വന്നാൽ നിങ്ങളെ ഞാൻ ചങ്ങലക്കിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാം.
അവിടെ ന്യായമായ വിചാരണ നേരിടാം. അല്ലാതെ വേറൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ആ ഭൂപടം നിനക്ക് കിട്ടില്ല. നിന്നെപ്പോലൊരു മുടന്തൻ പാചകക്കാരനെ പേടിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സിൽവറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നു. കണ്ണുകൾ തീഗോളങ്ങളെപ്പോലെ ജ്വലിക്കുന്നു. ഇതാണോ നിന്റെ അവസാന വാക്ക്? സിൽവർ അലറുന്നു. അതെ, ക്യാപ്റ്റൻ ശാന്തനായി പറയുന്നു. ഇനി നീ ഇങ്ങോട്ട് വരുമ്പോൾ അത് വെടിയുണ്ട ഏറ്റുവാങ്ങാൻ മാത്രമായിരിക്കും. സിൽവർ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നു. എന്നാൽ ശരി, അടുത്ത തവണ കാണുമ്പോൾ നിന്റെ ഈ ചിരിയുണ്ടാകില്ല. മരിക്കുന്നവരായിരിക്കും ഭാഗ്യവാന്മാർ. സിൽവർ ദേഷ്യത്തോടെ കാട്ടിലേക്ക് മടങ്ങുന്നു. അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അധികം വൈകാതെ തന്നെ ആക്രമണമുണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. ക്യാപ്റ്റൻ സ്മോലെറ്റ് എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നു. ഇനി 1 മണിക്കൂർ സമയം. അതിനുള്ളിൽ അവർ വരും. നമ്മൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നമുക്ക് കോട്ടയുടെ ആനുകൂല്യമുണ്ട്. ആരും ഭയപ്പെടേണ്ട. കൃത്യമായി ഉന്നം നോക്കി വെടിവെക്കുക. ക്യാപ്റ്റൻ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നു. ഡോക്ടർ ലിവ്സിയും ഗ്രേയും വിശ്വാസവഞ്ചന കാട്ടാതെ തിരിച്ചുവന്ന നാവികനും കോട്ടയുടെ വടക്ക് വശത്ത് നിൽക്കുന്നു. ട്രെലോണി പ്രഭുവും ഹണ്ടറും കിഴക്ക് വശത്ത്, ജോയ്സും ജിമ്മും പടിഞ്ഞാറ് വശത്ത്. ക്യാപ്റ്റൻ നടുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു. സമയം കടന്നുപോകുന്നു. വെയിൽ കനക്കുന്നു. കാട്ടിൽ ഇലയനക്കം പോലുമില്ല. പെട്ടെന്ന് കാടിന്റെ ഇരുളിൽ നിന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. ജോയ്സിന്റെ തോക്കിൽ നിന്നാണത് വന്നത്. തൊട്ടുപിന്നാലെ കാട് മുഴുവൻ ഉണരുന്നു. വലിയ അലർച്ചയോടെ 4 ദിശകളിൽ നിന്നും കൊള്ളക്കാർ കോട്ടയിലേക്ക് ഓടിയെടുക്കുന്നു. അവർ തോക്കുകൾ തുരുതുരാ വെടിവെക്കുന്നു. കോട്ടയുടെ തടിപ്പലകകളിൽ വെടിയുണ്ടകൾ തറയ്ക്കുന്ന ശബ്ദം. മണൽത്തരികൾ തെറിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്ക്. മതിൽ ചാടിക്കടക്കാൻ അവരെ അനുവദിക്കരുത്. ക്യാപ്റ്റൻ അലറുന്നു. പ്രഭുവിന്റെ തോക്കിൽ നിന്ന് തുടർച്ചയായി വെടിയുണ്ടകൾ പായുന്നു. 2 കൊള്ളക്കാർ മണ്ണിലേക്ക് വീഴുന്നു. എന്നാൽ ബാക്കിയുള്ളവർ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് വരുന്നു. അവർ കുരങ്ങന്മാരെപ്പോലെ മതിലിൽ വലിഞ്ഞു കയറാൻ തുടങ്ങുന്നു. ബോട്സ്വെയിൻ ആൻഡേഴ്സൺ എന്ന ഭീമാകാരനായ കൊള്ളക്കാരൻ ഒരു വശത്തുകൂടി മുകളിലെത്തുന്നു. അയാളുടെ വായിൽ ഒരു കഠാരയുണ്ട്. കയറി വാടാ പിള്ളേരെ, അവരെ കൊന്നുതള്ളൂ! ആൻഡേഴ്സൺ അലറുന്നു. ഡോക്ടർ ലിവ്സിയും ഗ്രേയും ചേർന്ന് അവനെ നേരിടുന്നു. കത്തിയുമായുള്ള മൽപ്പിടുത്തം. ആൻഡേഴ്സൺ കോട്ടയ്ക്കുള്ളിലേക്ക് ചാടുന്നു. അതേസമയം മറ്റൊരു കൊള്ളക്കാരൻ ജനൽ വഴി അകത്തേക്ക് തോക്ക് ചൂണ്ടുന്നു. നോക്കിക്കോ, ജിം വിളിച്ചു പറയുന്നു. പക്ഷേ വൈകിപ്പോയി. ജോയ്സ് എന്ന വേട്ടക്കാരൻ്റെ നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറുന്നു. അവൻ മരിച്ചു വീഴുന്നു. തൊട്ടടുത്ത് നിന്ന ക്യാപ്റ്റനും വെടിയേൽക്കുന്നു. അദ്ദേഹം തോളിൽ കൈവച്ച് നിലത്തേക്കിരിക്കുന്നു. കോട്ടയ്ക്കുള്ളിൽ പുക നിറഞ്ഞിരിക്കുകയാണ്. ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. വെടിമരുന്നിൻ്റെ രൂക്ഷഗന്ധം, പരിക്കേറ്റവരുടെ നിലവിളി. ജിം തൻ്റെ കയ്യിലുള്ള ചെറിയ കഠാരയുമായി ഒരു മൂലയിൽ പതുങ്ങി നിൽക്കുന്നു. ആൻഡേഴ്സൺ പ്രഭുവിന് നേരെ പാഞ്ഞെടുക്കുന്നു. എന്നാൽ ഗ്രേ എന്ന നാവികൻ കൃത്യസമയത്ത് ഇടപെടുന്നു. അവൻ ആൻഡേഴ്സന്റെ നെഞ്ചിലേക്ക് വാൾ കുത്തിയിറക്കുന്നു. ആ ഭീമാകാരൻ വലിയൊരു ശബ്ദത്തോടെ തറയിൽ വീഴുന്നു. പുറത്തുനിന്ന് കൂടുതൽ കൊള്ളക്കാർ മതിലിൽ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അകത്തുനിന്ന് പ്രഭുവും ഡോക്ടറും തുരുതുരാ വെടിവെക്കുന്നു. അവരുടെ കൃത്യതയാർന്ന വെടിവെപ്പിൽ കൊള്ളക്കാർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. പലരും മതിലിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം ശാന്തമാകുന്നു. കോട്ടയ്ക്കുള്ളിൽ ചോരയുടെയും പുകയുടെയും മണം മാത്രം. ജിം ചുറ്റും നോക്കുന്നു. 5 കൊള്ളക്കാർ മരിച്ചു കിടക്കുന്നു. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിലും നഷ്ടങ്ങളുണ്ട്. ജോയ്സ് മരിച്ചു. ഹണ്ടർ എന്ന വേട്ടക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അധികനേരം ജീവിക്കുമെന്ന് തോന്നുന്നില്ല. ക്യാപ്റ്റൻ സ്മോലെറ്റിനും പരിക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റേത് അപകടകരമല്ല. നമ്മൾ ജയിച്ചോ? ജിം പുകയ്ക്കിടയിലൂടെ ചോദിക്കുന്നു. ഇന്നത്തേക്ക് ജയിച്ചു, ഡോക്ടർ ലിവ്സി മുറിവുകൾ വെച്ചു കെട്ടുന്നതിനിടയിൽ പറയുന്നു. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നു. ക്യാപ്റ്റൻ സ്മോലെറ്റ് പരിക്കേറ്റ തോളുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. അവർ 5 പേർ പോയി, നമ്മൾ 2 പേരും. കണക്ക് നമുക്കനുകൂലമാണ്. പക്ഷേ നമ്മുടെ വെടിമരുന്ന് തീരാറായിരിക്കുന്നു. ഇനിയൊരു ആക്രമണമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പാടാണ്. ജിമ്മിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. താൻ കാരണമാണോ ഇതെല്ലാം സംഭവിച്ചത്? ആ ഭൂപടം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും പേർ മരിക്കില്ലായിരുന്നു. പുറത്ത് ഉച്ചവെയിൽ കത്തി നിൽക്കുന്നു. മരിച്ച കൊള്ളക്കാരുടെ ശരീരങ്ങൾ കോട്ടയുടെ മുറ്റത്ത് ചിതറിക്കിടക്കുന്നു. ഡോക്ടർ ലിവ്സി തൻ്റെ തോക്കും കഠാരയും എടുത്ത് അരയിൽ തിരുകുന്നു. എന്നിട്ട് കോട്ടയുടെ പിൻവാതിലിലൂടെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. നിങ്ങൾ എങ്ങോട്ടാണ്? ജിം ചോദിക്കുന്നു. എനിക്ക് ബെൻ ഗണ്ണിനെ ഒന്ന് കാണണം, ഡോക്ടർ മറുപടി പറയുന്നു.
അയാളുടെ കയ്യിൽ വല്ല പദ്ധതിയും കാണും. കൂടാതെ അയാൾ പറഞ്ഞ ആ വള്ളം നമുക്ക് കപ്പലിലേക്ക് പോകാൻ അത് ഉപകരിക്കും. ഡോക്ടർ കാട്ടിലേക്ക് മറയുന്നു. കോട്ടയിൽ ഇപ്പോൾ പരിക്കേറ്റ ക്യാപ്റ്റനും ക്ഷീണിതനായ പ്രഭുവും ഗ്രേയും ജിമ്മും മാത്രം. ഉച്ച കഴിഞ്ഞ് സമയം ഇഴഞ്ഞു നീങ്ങുന്നു. ജിമ്മിന് വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല. ആ ഭീകരമായ കാഴ്ചകളും രക്തത്തിൻ്റെ മണവും അവനെ വീർപ്പുമുട്ടിക്കുന്നു. പെട്ടെന്ന് ജിമ്മിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുദിക്കുന്നു. ബെൻ ഗൺ പറഞ്ഞ ആ വള്ളം, വെള്ളപ്പാറയുടെ അടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വള്ളം. ഡോക്ടർ പോയത് അതന്വേഷിച്ചാണ്. പക്ഷേ ഡോക്ടർക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ കഴിയുമോ? ജിമ്മിൻ്റെ ഉള്ളിലെ സാഹസികൻ വീണ്ടും ഉണരുന്നു. ആരും കാണാതെ അവൻ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു. ഇത് വലിയൊരു മണ്ടത്തരമാണെന്ന് അവൻ അറിയാം. പക്ഷേ കപ്പലിൽ കയറി സിൽവറിൻ്റെ നിയന്ത്രണം തകർക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഹിസ്പാനിയോള ഇപ്പോൾ കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. കപ്പലിൽ കാവലിന് 1-2 പേർ മാത്രമേ കാണൂ. ആ കപ്പലിൻ്റെ കയർ മുറിച്ചുവിട്ടാലോ? ഈ ചിന്ത ജിമ്മിനെ ആവേശം കൊള്ളിക്കുന്നു. അവൻ 2 ബിസ്ക്കറ്റുകൾ പോക്കറ്റിലിട്ട് തോക്കും കഠാരയും കരുതി പതുക്കെ കോട്ടയുടെ മതിൽ ചാടി പുറത്തേക്ക് കടക്കുന്നു. കാറ്റും തിരമാലകളും നിറഞ്ഞ കടലിലേക്ക് ഒറ്റയ്ക്കൊരു യാത്ര. ഇത്തവണ ലക്ഷ്യം കരയല്ല, ആ വലിയ കപ്പലാണ്. നിധിദ്വീപ് കഥയിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇവിടെ തുടങ്ങുന്നു. ജിം ഹോക്കിൻസ് എന്ന ബാലൻ തൻ്റെ വിധിയെ സ്വന്തം കൈകളിലെടുക്കുകയാണ്. അഡ്മിറൽ ബെൻബോ സത്രത്തിൽ വെച്ച് തുടങ്ങിയ ജിമ്മിൻ്റെ ജീവിതം ഇപ്പോൾ അജ്ഞാതമായ ഒരു ദ്വീപിലെ ഇരുണ്ട രാത്രിയിൽ എത്തി നിൽക്കുന്നു. കോട്ടയ്ക്കുള്ളിൽ നിന്ന് പരിക്കേറ്റവരും ഞരക്കങ്ങളും പുറത്ത് ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. ജിം ഹോക്കിൻസ് എന്ന ആ ബാലൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയിലേക്ക് എടുത്തുചാടാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റാരോടും പറയാതെ ഒരു കള്ളനെപ്പോലെ അവൻ കോട്ടയുടെ മതിൽ ചാടിക്കടക്കുന്നു. ലക്ഷ്യം വ്യക്തമാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കത്തിലൂടെ ഹിസ്പാനിയോള കപ്പലിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക. കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയ ജിം ബെൻഗൺ പറഞ്ഞ വെള്ളപ്പാറ ലക്ഷ്യമാക്കി നടക്കുന്നു. സന്ധ്യമയങ്ങി ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. കാട് ഭയാനകമായ നിശബ്ദതയിലാണ്. ഓരോ ചുവടുവെക്കുമ്പോഴും കരിയിലകൾ ഞെരിയുന്ന ശബ്ദം ജിമ്മിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ഒടുവിൽ അവൻ ആ വെള്ളപ്പാറ കണ്ടെത്തുന്നു. അവിടെ ചെറിയൊരു കുഴിയിൽ ഇലകൾ കൊണ്ട് മൂടിയ നിലയിൽ ആ സാധനമുണ്ട്. ബെൻഗൺ നിർമ്മിച്ച വള്ളം. അതൊരു വള്ളമാണെന്ന് പറയാൻ പ്രയാസമാണ്. ആട്ടിൻതോൽ കൊണ്ട് പൊതിഞ്ഞ കുട്ടയുടെ ആകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള ഒരു നിർമ്മിതി. അതിനെ കൊറാക്കിൾ എന്നാണ് വിളിക്കുന്നത്. കാണാനൊരു വലിയ ചിരട്ട പോലെ. വളരെ ഭാരം കുറഞ്ഞതാണ്. ജിം അത് തോളിലേറ്റി തീരത്തേക്ക് നടക്കുന്നു. കടൽ ശാന്തമല്ല, തിരമാലകൾ ശക്തമാണ്. എങ്കിലും പിന്മാറാൻ ജിം തയ്യാറല്ല. അവൻ ആ തോൽവഞ്ചി വെള്ളത്തിലിറക്കുന്നു. അതിൽ കയറിയപ്പോഴാണ് ജിമ്മിന് കാര്യം പിടികിട്ടുന്നത്. അത് നിയന്ത്രിക്കാൻ മഹാപാടാണ്. തുഴയുമ്പോൾ വട്ടം കറങ്ങുന്നു. ഒരു തെറ്റായ നീക്കം മതി വള്ളം മറിഞ്ഞ് കടലിൽ വീഴാൻ. പക്ഷേ ജിം പതുക്കെ അതിൻ്റെ താളം കണ്ടെത്തുന്നു. വേലിയേറ്റത്തിൻ്റെ ശക്തി അവനെ കപ്പലിൻ്റെ ദിശയിലേക്ക് തള്ളിവിടുന്നു. ഇരുട്ടിൽ ദൂരെ ഹിസ്പാനിയോളയുടെ നിഴൽ രൂപം കാണാം. കപ്പലിൽ ഒരു വെളിച്ചം മാത്രം കത്തുന്നുണ്ട്. ജിം കപ്പലിൻ്റെ അരികിലെത്തുന്നു. വലിയൊരു ഇരുണ്ട മല പോലെ ഹിസ്പാനിയോള വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നു. കപ്പലിൻ്റെ നങ്കൂരക്കയർ വെള്ളത്തിൽ മുറുകി നിൽക്കുന്നത് ജിം കാണുന്നു. അവൻ്റെ പദ്ധതി ലളിതമാണ്. ആ കയർ മുറിക്കുക. അപ്പോൾ കപ്പൽ ഒഴുകിപ്പോകും. സിൽവറിൻ്റെ സംഘത്തിന് കപ്പലിൽ കയറാനോ രക്ഷപ്പെടാനോ കഴിയില്ല. ജിം തൻ്റെ പോക്കറ്റിൽ നിന്ന് കത്തി പുറത്തെടുക്കുന്നു. നങ്കൂരക്കയർ വലിഞ്ഞു മുറുകി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ മുറിച്ചാൽ അത് തിരിച്ചടിച്ച് വള്ളം തകർക്കും. അതുകൊണ്ട് കയർ അയ്യുന്ന നിമിഷത്തിനായി ജിം കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് കപ്പലിൻ്റെ ക്യാബിനിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം. "നീ കള്ളം പറയുകയാണ്. ആ കുപ്പി എവിടെ?" മദ്യപിച്ച് ലക്കുകെട്ട ശബ്ദങ്ങൾ. അത് ഇസ്രായേൽ ഹാൻസ് എന്ന നാവികനും ചുവന്ന തൊപ്പിവെച്ച ഒബ്രിയൻ എന്ന മറ്റൊരുവനുമാണ്. അവർ തമ്മിൽ വഴക്കിടുകയാണ്. കപ്പലിൽ കാവൽ നിൽക്കേണ്ടവർ മദ്യലഹരിയിൽ പരസ്പരം കൊല്ലാൻ നടക്കുന്നു. അവരുടെ അശ്രദ്ധ ജിമ്മിന് ഗുണകരമാകുന്നു. ഒരു തിരമാല വന്ന് കപ്പലിനെ ഒന്നുയർത്തുന്നു. നങ്കൂരക്കയർ അയയുന്നു. ആ നിമിഷം ജിം കത്തികൊണ്ട് കയറിൽ ആഴത്തിൽ വരയുന്നു. വീണ്ടും കയർ മുറുകുമ്പോൾ അത് പൊട്ടിപ്പോകുമെന്ന് ഉറപ്പാക്കുന്നു. കുറച്ചു നേരം കൂടി കാത്തിരുന്ന ശേഷം വീണ്ടും കയർ അയഞ്ഞപ്പോൾ ജിം സർവ്വശക്തിയുമെടുത്ത് കയർ അറുത്തുമാറ്റുന്നു. വലിയ ശബ്ദത്തോടെ ആ കയർ പൊട്ടുന്നു. കപ്പൽ സ്വതന്ത്രമാകുന്നു. എന്നാൽ ജിം പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിക്കുന്നത്. കപ്പൽ ഒഴുകി നീങ്ങുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന ജിമ്മിൻ്റെ ചെറിയ വള്ളവും ഒഴുക്കിൽപ്പെടുന്നു. കപ്പലിൻ്റെ ഭീമൻ നിഴലിൽ ചുഴിയിൽപ്പെട്ടതുപോലെ വള്ളം കറങ്ങുന്നു.
ജിം കപ്പലിന്റെ വശങ്ങളിൽ പിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വഴുതിപ്പോകുന്നു. കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകുകയാണ്, ഒപ്പം ജിമ്മും. രാത്രി മുഴുവൻ ജിം ആ ചെറിയ വള്ളത്തിൽ കിടന്ന് നരകിക്കുന്നു. ചുറ്റും ഇരുട്ട്. എവിടെയാണ് കരയെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒരു ധാരണയുമില്ല. ക്ഷീണവും ഭയവും കൊണ്ട് അവൻ തളർന്നു പോകുന്നു. ഒടുവിൽ തണുത്ത കാറ്റും വള്ളത്തിന്റെ താളവും അവനെ ഉറക്കത്തിലേക്ക് വീഴ്ത്തുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഉറക്കം. കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരിക്കുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നു. ജിം ഞെട്ടിയുണരുന്നു. അവൻ ഇപ്പോഴും ആ തോൽവഞ്ചിയിലുണ്ട്. ചുറ്റും നീലക്കടൽ. അല്പം അകലെയായി തിരമാലകൾക്കിടയിൽ ഹിസ്പാനിയോള ആടിയുലയുന്നു. കപ്പൽ ആരും നിയന്ത്രിക്കുന്നില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പായകൾ അഴിച്ചിട്ട നിലയിലാണ്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അത് വട്ടം കറങ്ങുന്നു. ഇതാണ് അവസരം, ജിം ചിന്തിക്കുന്നു. കപ്പലിൽ ആരുമില്ലെങ്കിൽ എനിക്ക് കയറാം, അതിനെ തിരികെ കരയിലേക്ക് കൊണ്ടുവരാം. ജിം സർവശക്തിയുമെടുത്ത് വള്ളം തുഴഞ്ഞ് കപ്പലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. കപ്പൽ വലിയ തിരമാലകളിൽപ്പെട്ട് ആടി ഉലയുന്നതുകൊണ്ട് അടുക്കാൻ പ്രയാസമാണ്. ഒടുവിൽ കപ്പലിൻ്റെ മുൻഭാഗത്തുള്ള പായക്കയർ വെള്ളത്തിലേക്ക് താഴ്ന്നു വരുന്ന സമയം നോക്കി ജിം അതിൽ പിടിക്കുന്നു. വള്ളം കാലുകൊണ്ട് തള്ളി മാറ്റുന്നു. വള്ളം തിരയിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നു. ഇപ്പോൾ ജിം കപ്പലിൽ തൂങ്ങിക്കിടക്കുകയാണ്. വലിയ ഒരു അഭ്യാസിയെപ്പോലെ അവൻ കയറിലൂടെ വലിഞ്ഞു കയറി കപ്പലിൻ്റെ ഡെക്കിലേക്ക് ചാടുന്നു. അവിടെ കണ്ട കാഴ്ച ഭയാനകമാണ്. കപ്പലിൻ്റെ തട്ടിൽ നിറയെ ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ്. വല്ലാത്ത ദുർഗന്ധം. അവിടെ 2 പേർ കിടക്കുന്നു, ഇസ്രയേൽ ഹാൻസും ഒബ്രിയനും. ഒബ്രിയൻ അനക്കമില്ലാതെ മലർന്നു കിടക്കുകയാണ്. അയാളുടെ മുഖം ആകാശത്തേക്ക് തുറിച്ചു നോക്കുന്നു. മരിച്ചു എന്നുറപ്പ്. അല്പം മാറി ഇസ്രയേൽ ഹാൻസ് എന്ന ക്രൂരനായ നാവികൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ഇന്നലെ രാത്രിയിലെ മദ്യപാനവും വഴക്കും കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. ജിം വരുന്ന ശബ്ദം കേട്ട് ഹാൻസ് കഷ്ടപ്പെട്ട് കണ്ണു തുറക്കുന്നു. അയാളുടെ മുഖം വിളറിയിരിക്കുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ജിമ്മിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ അത്ഭുതം വിരിയുന്നു. വെള്ളം, അയാൾ നേർത്ത ശബ്ദത്തിൽ ചോദിക്കുന്നു. കുറച്ച് ബ്രാൻഡി. ജിം താഴെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെയും സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അവൻ കുറച്ച് ബിസ്ക്കറ്റുകളും ഉണക്കമുന്തിരിയും ഒരു കുപ്പി ബ്രാൻഡിയും എടുക്കുന്നു. തിരികെ വന്ന് അത് ഹാൻസിന് കൊടുക്കുന്നു. അയാളത് ആർത്തിയോടെ കുടിക്കുന്നു. കുറച്ച് ജീവൻ വെച്ചപ്പോൾ അയാൾ ജിമ്മിനെ നോക്കി ചിരിക്കുന്നു. ഒരു കുറുക്കൻ്റെ ചിരി. നീ എവിടെ നിന്നാണ് വന്നത്? നീ ആകാശത്തു നിന്ന് പൊട്ടി വീണതാണോ? ഹാൻസ് ചോദിക്കുന്നു. ഞാൻ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വന്നതാണ്. ഇനി മുതൽ ഞാനാണിതിൻ്റെ ക്യാപ്റ്റൻ. ഇനി നിങ്ങളാരും ഈ കപ്പൽ പറത്തില്ല. ജിം നേരെ നടന്ന് കൊടിമരത്തിനടുത്തേക്ക് പോകുന്നു. അവിടെ പാറിപ്പറക്കുന്ന കടൽ കൊള്ളക്കാരുടെ കറുത്ത പതാക അവൻ വലിച്ചു താഴ്ത്തുന്നു. എന്നിട്ടത് കടലിലേക്ക് വലിച്ചെറിയുന്നു. ദൈവം രാജാവിനെ രക്ഷിക്കട്ടെ, ജിം വിളിച്ചു പറയുന്നു. ഇവിടെ ഇനി കൊള്ളക്കാരുടെ കൊടി പാറില്ല. ഇസ്രയേൽ ഹാൻസ് ഇത് കണ്ട് ചിരിക്കുന്നു. മിടുക്കൻ. പക്ഷേ ക്യാപ്റ്റൻ, ഈ കപ്പൽ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? കാറ്റ് നമ്മളെ പാറക്കൂട്ടത്തിലേക്ക് കൊണ്ടുപോകും. എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം. കപ്പൽ സുരക്ഷിതമായ സ്ഥലത്ത് അടുപ്പിക്കാൻ ഞാൻ വഴി പറഞ്ഞു തരാം. ജിം ആലോചിക്കുന്നു. തനിക്ക് കപ്പൽ ഓടിക്കാൻ അറിയില്ല. ഹാൻസിൻ്റെ സഹായം ആവശ്യമാണ്. ദ്വീപിൻ്റെ വടക്കു ഭാഗത്തുള്ള നോർത്ത് ഇൻലെറ്റ് എന്ന സുരക്ഷിതമായ ഉൾക്കടലിലേക്ക് കപ്പൽ കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുന്നു. അവിടെ ആവുമ്പോൾ സിൽവറിൻ്റെ കയ്യിൽ നിന്ന് കപ്പൽ രക്ഷപ്പെടുത്താം. അങ്ങനെ വിചിത്രമായൊരു കൂട്ടുകെട്ട് അവിടെ രൂപപ്പെടുന്നു. മുറിവേറ്റ ഒരു കൊടും ക്രൂരനും ഒരു കൊച്ചു ബാലനും ചേർന്ന് ഹിസ്പാനിയോളയെ നയിക്കുന്നു. ഹാൻസ് ഇരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു. ജിം ചുക്കാൻ പിടിക്കുന്നു. കാറ്റ് അനുകൂലമായതോടെ കപ്പൽ വടക്കോട്ട് നീങ്ങുന്നു. എന്നാൽ ജിമ്മിൻ്റെ കണ്ണ് എപ്പോഴും ഹാൻസിൻ്റെ മേലെയുണ്ട്. ആ പഴയ നാവികനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇടയ്ക്കിടെ ഹാൻസിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം ജിം കാണുന്നുണ്ട്. ജിം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഹാൻസ് പതുക്കെ ഒരു നീളൻ കത്തി തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുന്നത് ജിം ശ്രദ്ധിക്കുന്നു. ഇവൻ എന്നെ കൊല്ലാൻ പദ്ധതിയിടുകയാണ്, ജിമ്മിന് മനസ്സിലാകുന്നു. കപ്പൽ കരയോടടുക്കുമ്പോൾ തൻ്റെ ആവശ്യം കഴിയുമെന്നും അപ്പോൾ തന്നെ കൊന്ന് കപ്പൽ സ്വന്തമാക്കാനാണ് ഹാൻസിൻ്റെ ശ്രമമെന്നും അവന് വ്യക്തമാകുന്നു. കപ്പൽ നോർത്ത് ഇൻലെറ്റിലേക്ക് അടുക്കുന്നു. മനോഹരമായ ശാന്തമായ ഒരു ഉൾക്കടൽ. വെള്ളത്തിനു താഴെ മണൽത്തിട്ടകൾ കാണാം. കപ്പൽ സുരക്ഷിതമായി മണലിൽ ഉറപ്പിക്കണം. ഹാൻസ് ഓരോ നിർദ്ദേശവും നൽകുന്നു. ഇടത്തോട്ട്, കുറച്ചുകൂടി വലത്തോട്ട്. പെട്ടെന്ന് കപ്പൽ മണൽത്തിട്ടയിൽ തട്ടി നിൽക്കുന്നു. വലിയൊരു കുലുക്കത്തോടെ ഹിസ്പാനിയോള നിശ്ചലമാകുന്നു.
ആ നിമിഷം തന്നെ ഇസ്രയേൽ ഹാൻസ് തൻ്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുന്നു. അയാൾ വേദനയൊക്കെ മറന്ന് കയ്യിലുള്ള കത്തിയുമായി ജിമ്മിന് നേരെ പാഞ്ഞെടുക്കുന്നു. ഇനി നിന്റെ കഥ കഴിഞ്ഞു. ജിം ഞെട്ടിത്തിരിയുന്നു. അവൻ ചുക്കാനുപേക്ഷിച്ച് ഓടുന്നു. ഹാൻസ് പിന്നാലെ വരുന്നു. മുറിവേറ്റ കാലാണെങ്കിലും അയാൾക്ക് വല്ലാത്ത വേഗതയുണ്ട്. ജിം കപ്പലിൻ്റെ വശങ്ങളിലുള്ള കയറിലൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. കൊടിമരത്തിൻ്റെ മുകളിലെത്തുക എന്നതാണ് ലക്ഷ്യം. അവിടെ ഇരുന്നാൽ ഹാൻസിന് പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല. ജിം മുകളിലെത്തുന്നു. തോക്ക് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ഹാൻസ് താഴെ നിന്ന് ചിരിക്കുന്നു. അയാൾ കഠാര വായിൽ കടിച്ചുപിടിച്ച് പതുക്കെ കയറിലൂടെ മുകളിലേക്ക് വരുന്നു. നീ എവിടെ പോകാനാണ്? നിന്നെ ഞാൻ ഇന്ന് തീർക്കും. ഹാൻസ് അലറുന്നു. ജിം തോക്ക് ചൂണ്ടുന്നു. അടുത്തു വരരുത്, വന്നാൽ ഞാൻ വെടിവെക്കും. പക്ഷെ തോക്ക് നനഞ്ഞിരിക്കുകയാണ്. കാഞ്ചി വലിച്ചെങ്കിലും വെടിപൊട്ടുന്നില്ല. ഹാൻസ് ഇത് കണ്ട് ആത്മവിശ്വാസത്തോടെ മുകളിലേക്ക് കയറുന്നു. അയാൾ ജിമ്മിൻ്റെ തൊട്ടടുത്തെത്തി. പെട്ടെന്ന് ഹാൻസ് തൻ്റെ കയ്യിലിരുന്ന കഠാര ജിമ്മിന് നേരെ എറിയുന്നു. അത് ജിമ്മിൻ്റെ തോളിൽ തറയ്ക്കുന്നു. കഠിനമായ വേദന. തോളിനെ കൊടിമരത്തോട് ചേർത്ത് തറയ്ക്കുന്ന ആ ഇരുമ്പ് കഠാര. വേദന കൊണ്ട് പുളഞ്ഞ ജിമ്മിൻ്റെ കൈവിരലുകൾ അറിയാതെ തോക്കിൻ്റെ കാഞ്ചിയിൽ അമരുന്നു. ഇത്തവണ തോക്ക് ചതിച്ചില്ല. വലിയൊരു ശബ്ദം, തീയും പുകയും ഉയരുന്നു. ഇസ്രയേൽ ഹാൻസിൻ്റെ നെഞ്ചിൽ വെടിയുണ്ട തുളച്ചുകയറുന്നു. അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കുന്നു. പിന്നെ കൈകൾ വിടർത്തി ഒരു പരുന്തിനെപ്പോലെ താഴേക്ക് പതിക്കുന്നു. വെള്ളത്തിലേക്ക് വലിയൊരു ശബ്ദത്തോടെ അയാൾ വീഴുന്നു. വെള്ളം ചുവക്കുന്നു. ഹിസ്പാനിയോളയുടെ അവസാനത്തെ കാവൽക്കാരനും ഇല്ലാതായിരിക്കുന്നു. ജിം തോളിൽ തറച്ച കഠാരയുമായി കൊടിമരത്തിൽ തളർന്നിരിക്കുന്നു. താഴെ കടലിൻ്റെ അടിത്തട്ടിൽ ഇസ്രയേൽ ഹാൻസിൻ്റെ ശരീരം മെല്ലെ ഒഴുകി നീങ്ങുന്നു. ജിം ഹോക്കിൻസ് ഇപ്പോൾ കപ്പലിൻ്റെ ഏക അവകാശിയാണ്. പക്ഷേ മുറിവേറ്റ ശരീരവുമായി അവൻ എങ്ങനെ കരയിറങ്ങും? ദ്വീപിൽ തൻ്റെ സുഹൃത്തുക്കൾ ജീവനോടെയുണ്ടോ? വലിയൊരു വിജയം നേടിയെങ്കിലും അതിലും വലിയ ചോദ്യങ്ങൾ ജിമ്മിനെ കാത്തിരിക്കുകയാണ്. ജിം കഷ്ടപ്പെട്ട് കഠാര വലിച്ചൂരുന്നു. ചോരയൊലിക്കുന്ന തോളുമായി അവൻ താഴെ ഇറങ്ങുന്നു. മുറിവ് വെച്ചു കിട്ടുന്നു. സൂര്യൻ അസ്തമിക്കാറായി. ദ്വീപ് വീണ്ടും ഇരുട്ടിലേക്ക് മറയുന്നു. ഇനി തിരികെ കോട്ടയിലേക്ക് പോകണം. തൻ്റെ വിജയവാർത്ത ഡോക്ടറെയും പ്രഭുവിനെയും അറിയിക്കണം. എന്നാൽ കോട്ടയിൽ അവനെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ ഞെട്ടലാണ്. അവൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒന്ന്. ഉപ്പുവെള്ളത്തിൽ കുതിർന്ന വസ്ത്രങ്ങളും തോളിലെ മുറിവിന്റെ വേദനയുമായി ജിം ഹോക്കിൻസ് ഹിസ്പാനിയോളയിൽ നിന്ന് കരയിലേക്കിറങ്ങുന്നു. നോർത്ത് ഇൻലെറ്റ് എന്ന ആ വിജനമായ ഉൾക്കടലിൽ കപ്പൽ സുരക്ഷിതമായി കിടക്കുന്നു. ഇസ്രയേൽ ഹാൻസ് എന്ന മഹാപാപി കടലിന്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജിം ഇപ്പോൾ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. ശത്രുക്കളുടെ കപ്പൽ അവൻ തട്ടിയെടുത്തിരിക്കുന്നു. ഈ സന്തോഷവാർത്ത എത്രയും വേഗം കോട്ടയിലുള്ള തന്റെ സുഹൃത്തുക്കളെ അറിയിക്കണം. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിലൂടെ ജിം കോട്ട ലക്ഷ്യമാക്കി നടക്കുന്നു. ആകാശം തെളിഞ്ഞതാണ്. വെള്ളിവെളിച്ചം വീശുന്ന ചന്ദ്രൻ മരങ്ങൾക്കിടയിലൂടെ വഴി കാട്ടുന്നു. ദ്വീപുറക്കത്തിലാണ്. കാറ്റും തിരമാലകളും മാത്രമാണ് കൂട്ട്. ജിമ്മിന്റെ മനസ്സ് നിറയെ ആവേശമാണ്. ക്യാപ്റ്റൻ സ്മൊലറ്റും ഡോക്ടറും പ്രഭുവും തന്നെ കണ്ട് അത്ഭുതപ്പെടുന്നത് അവൻ ഭാവനയിൽ കാണുന്നു. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ജിം എന്നവർ പറയുന്നത് കേൾക്കാൻ അവന് തിടുക്കമായി. വഴിയിൽ തടസ്സങ്ങളേറെയുണ്ട്. മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകളും വഴുക്കലുള്ള പാറകളും. എങ്കിലും ജിം തളരുന്നില്ല. ഒടുവിൽ ദൂരെ കോട്ടയുടെ നിഴൽ തെളിയുന്നു. അവിടെങ്ങും വെളിച്ചമില്ല, കാവൽക്കാരില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അവർക്ക് നല്ല ക്ഷീണമുണ്ടാകും. ശത്രുക്കളുടെ ആക്രമണം ഭയന്ന് തളർന്നുപോയിട്ടുണ്ടാകാം. ജിം പതുക്കെ കോട്ടയുടെ വേലി ചാടിക്കിടക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് നൂർന്നു കയറുന്നു. ഉള്ളിൽ കൂയിരുട്ടാണ്. തറയിൽ അവിടെയിവിടെയായി ആളുകൾ കിടന്നുറങ്ങുന്നതിൻ്റെ ശ്വാസോച്ഛ്വാസ ശബ്ദങ്ങൾ കേൾക്കാം. ജിം കരുതിയത് അത് തൻ്റെ സുഹൃത്തുക്കളാണെന്നാണ്. അവൻ പതുക്കെ തൻ്റെ സ്ഥലം തപ്പി നോക്കുന്നു. പെട്ടെന്ന് അവൻ്റെ കാലൊരാളുടെ ശരീരത്തിൽ തട്ടുന്നു. ആ സമയത്താണത് സംഭവിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് ഒരു പരുക്കൻ ശബ്ദമുയരുന്നു. മനുഷ്യൻ്റേതല്ല, ഒരു പക്ഷിയുടെ. പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8. ജിം ഞെട്ടിവിറച്ചു പോകുന്നു. ക്യാപ്റ്റൻ ഫ്ലിൻറ്റ്, ലോങ് ജോൺ സിൽവറിൻ്റെ തത്ത. ആ ഒരൊറ്റ നിലവിളി മതിയായിരുന്നു കോട്ട മുഴുവൻ ഉണർത്താൻ. ആരാണവിടെ എന്ന ചോദ്യത്തോടെ സിൽവർ ചാടി എഴുന്നേൽക്കുന്നു. ജിം തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇരുട്ടിൽ ആരൊക്കെയോ ചേർന്ന് അവനെ വട്ടം പിടിക്കുന്നു. വിളക്കുകൾ തെളിയുന്നു. വെളിച്ചം വന്നപ്പോൾ ജിം കണ്ട കാഴ്ച അവൻ്റെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ തൻ്റെ സുഹൃത്തുക്കളില്ല. പകരം മദ്യപിച്ച് ലക്കുകെട്ട 6 കടൽ കൊള്ളക്കാർ. അവരുടെ നടുവിൽ
പൈപ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന ലോങ് ജോൺ സിൽവർ. ആഹാ, ആരാണീ വന്നിരിക്കുന്നത്? സിൽവർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. നമ്മുടെ കൊച്ചു ജിം. നീ വിരുന്നിന് വന്നതാണോ? ജിം ആകെ തകർന്നു പോകുന്നു. തൻ്റെ സുഹൃത്തുക്കൾ എവിടെ? അവർ മരിച്ചോ? അതോ സിൽവർ അവരെ കൊന്നോ? നിന്റെ കൂട്ടുകാർ വലിയ മാന്യന്മാരാണ്, സിൽവർ പുകയൂതി വിട്ടുകൊണ്ട് പറയുന്നു. അവരിന്നലെ വന്ന് എന്നോട് പറഞ്ഞു, കപ്പൽ പോയി, ഇനി ഞങ്ങൾക്കിവിടെ നിൽക്കാൻ വയ്യ, നിങ്ങൾ കോട്ടയെടുത്തോളൂ, പകരം ഞങ്ങളെ വെറുതെ വിടണം. അങ്ങനെ അവർ സ്ഥലമൊഴിഞ്ഞു തന്നു. ഇപ്പോൾ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. ജിം അത് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നു. ഡോക്ടറും ക്യാപ്റ്റനും ഒരിക്കലും അങ്ങനെ തോൽവി സമ്മതിക്കില്ല. എന്നാൽ കോട്ട ഇപ്പോൾ സിൽവറിൻ്റെ കൈവശമാണ്. താൻ വന്നു പെട്ടിരിക്കുന്നത് സിംഹത്തിൻ്റെ മടയിലും. എടാ ചെക്ക, മോർഗൻ എന്നൊരു നാവികൻ കത്തിയും കൊണ്ട് ജിമ്മിന് നേരെ വരുന്നു. ഇവനെ അപ്പോഴേ തീർക്കണമായിരുന്നു. ഇവൻ കാരണം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കയ്യും കണക്കുമില്ല. മറ്റ് നാവികരും അത് ശരിവയ്ക്കുന്നു. അവർ ജിമ്മിനെ കൊല്ലാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ സിൽവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരെ തടയുന്നു. ആരെ കൊല്ലുമെന്ന് സിൽവർ ഗർജിക്കുന്നു. ഞാനാണിവിടുത്തെ ക്യാപ്റ്റൻ. ഞാൻ പറയാതെ ഒരീച്ചയെപ്പോലും ആരും തൊടില്ല. ഇവനെ നമുക്കാവശ്യമുണ്ട്. ഇവൻ നമ്മുടെ ഇൻഷുറൻസാണ്, ബന്ദി. ഇത് കേട്ടപ്പോൾ മറ്റു നാവികർക്ക് ദേഷ്യം വരുന്നു. അവർ സിൽവറിനെതിരെ മുറുമുറുക്കുന്നു. നിങ്ങൾ കാരണം നമ്മൾ കുടുങ്ങി, കപ്പൽ പോയി, നിധിയുമില്ല, ഇനി ഈ പയ്യനെയും കൂടി ചുമക്കണോ? അവർ സിൽവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോട്ടയുടെ പുറത്തേക്ക് പോകുന്നു. ഒരു രഹസ്യ ചർച്ചയ്ക്കായി. സിൽവറും ജിമ്മും മാത്രം അകത്താകുന്നു. ആ നിമിഷം സിൽവറിന്റെ മുഖം മാറുന്നു. അയാൾ ജിമ്മിന്റെ അടുത്തേക്ക് കുനിഞ്ഞു പതുക്കെ പറയുന്നു, ജിം, നീ വിചാരിക്കുന്നതിലും വലിയ കുഴപ്പത്തിലാണ് നമ്മൾ. അവർക്കെന്നെയും വിശ്വാസമില്ല. ഏതു നിമിഷവും അവർ എന്നെയും കൊല്ലും. നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെയും സഹായിക്കാം. കപ്പൽ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് പോയതോടെ എൻ്റെ പിടിയഴിഞ്ഞു. ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിധി കണ്ടെത്തുക. പെട്ടെന്ന് സിൽവർ ജിമ്മിനോട് ചോദിക്കുന്നു, ഡോക്ടർ എന്തിനാണ് എനിക്ക് ആ ഭൂപടം തന്നതെന്ന് നിനക്കറിയാമോ? ഭൂപടം തന്നെന്നോ? ജിം അത്ഭുതപ്പെടുന്നു. അതെ, ആ പഴയ ഭൂപടം, നിധി എവിടെയാണെന്ന് അടയാളപ്പെടുത്തിയ ആ ഭൂപടം ഡോക്ടർ എനിക്ക് തന്നു. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും പുറത്തുപോയ നാവികർ തിരികെ വരുന്നു. അവരുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് കഷ്ണമുണ്ട്. അതിലൊരാൾ ധൈര്യപൂർവ്വം വന്ന് അത് സിൽവറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. സിൽവർ അത് തുറന്നു നോക്കുന്നു. അതിൽ കരികൊണ്ട് വരച്ച വട്ടത്തിലുള്ള കറുത്ത അടയാളം, ബ്ലാക്ക് സ്പോട്ട്. സിൽവർ പുച്ഛത്തോടെ ചിരിക്കുന്നു. എന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണോ പരിപാടി? ഇതിനായി നിങ്ങൾ ബൈബിൾ കീറിയല്ലേ? വലിയ പാപമാണ് നിങ്ങൾ ചെയ്തത്. ആ ബ്ലാക്ക് സ്പോട്ടിൻ്റെ മറുവശത്ത് എഴുതിയിരിക്കുന്നു, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കുന്നു. ശരി, സിൽവർ ശാന്തരായി പറയുന്നു, നിങ്ങൾക്കെന്നെ മാറ്റണം. പകരം ആര് നയിക്കും? നിങ്ങളിൽ ആർക്കെങ്കിലും വഴിയറിയാമോ? കപ്പൽ എവിടെയാണെന്നറിയാമോ? ഇല്ല, നിങ്ങൾ വെറും മണ്ടന്മാരാണ്. എന്നിട്ട് സിൽവർ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ സാധനം പുറത്തെടുക്കുന്നു. ഡോക്ടർ ലിവ്സി കൊടുത്ത സാക്ഷാൽ ഭൂപടം. അത് കണ്ടതും നാവികരുടെ കണ്ണ് തള്ളുന്നു. അവരുടെ ദേഷ്യം മുഴുവൻ അത്ഭുതത്തിന് വഴിമാറുന്നു. ഫ്ലിൻറ്റിൻ്റെ ഭൂപടം! അവർ ആർത്തു വിളിക്കുന്നു. ഇനി പറയൂ, ഞാനാണോ അതോ നിങ്ങളാണോ ക്യാപ്റ്റൻ ആകേണ്ടത്? ഈ ഭൂപടം വെച്ച് ഞാൻ നിങ്ങളെ നിധിയിലേക്ക് കൊണ്ടുപോകാം. സ്വർണത്തിൻ്റെ തിളക്കം കണ്ടപ്പോൾ നാവികരെല്ലാം മറക്കുന്നു. അവർ സിൽവറിനെ വീണ്ടും വാഴ്ത്താൻ തുടങ്ങുന്നു. ജിം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. സിൽവർ എത്ര തന്ത്രപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു നിമിഷം കൊണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അയാൾ വീണ്ടും നേതാവായി മാറിയിരിക്കുന്നു. അന്ന് രാത്രി നാവികർ ആവേശത്തോടെ ഉറങ്ങാൻ കിടക്കുന്നു. നാളെ നിധി തേടിയുള്ള യാത്രയാണ്. എന്നാൽ ജിമ്മിന് ഉറക്കം വരുന്നില്ല. സിൽവർ അവനെ ഒരു കയറിൽ കെട്ടി തന്നോട് ചേർത്ത് കിടത്തുന്നു. നീ ഓടിപ്പോകാൻ നോക്കേണ്ട, സിൽവർ പറയുന്നു. നാളെ നമുക്കൊരുമിച്ച് പോകാം. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ലിവ്സി കോട്ടയിലേക്ക് വരുന്നു. പരിക്കേറ്റ നാവികരെ ചികിത്സിക്കാനാണെന്ന വ്യാജേനയാണ് അദ്ദേഹം വരുന്നത്. സിൽവർ അകത്തേക്ക് കടത്തിവിടുന്നു. ജിമ്മിനെ കണ്ടപ്പോൾ ഡോക്ടറുടെ കണ്ണുകളിൽ ആശ്വാസം തെളിയുന്നു. ജിം, നീ ഇവിടെയുണ്ടല്ലേ? ഡോക്ടർ പറയുന്നു. സിൽവറിൻ്റെ അനുവാദത്തോടെ ഡോക്ടർ ജിമ്മിനോട് അല്പം സംസാരിക്കുന്നു. ജിം, നീ പേടിക്കണ്ട, ഞങ്ങൾ അടുത്തുണ്ട്. കപ്പൽ എവിടെയാണെന്ന് എനിക്കറിയാം. കപ്പൽ നോർത്ത് ഇൻലെറ്റിലുണ്ട്. ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്, ജിം രഹസ്യമായി പറയുന്നു. ഡോക്ടർ അത്ഭുതപ്പെടുന്നു. നീ വലിയൊരു അത്ഭുതമാണ് ജിം. ഓരോ തവണയും നീ ഞങ്ങളെ രക്ഷിക്കുന്നു.
ഡോക്ടർ പോകുന്നതിന് മുൻപ് സിൽവറിനോടൊരു മുന്നറിയിപ്പ് നൽകുന്നു. സിൽവർ, ആ നിധി തേടി പോകരുത്, അത് അപകടമാണ്. എനിക്ക് വേറെ വഴിയില്ല ഡോക്ടർ. ഈ പിശാചുക്കൾക്ക് സ്വർണം വേണം, എനിക്ക് എൻ്റെ ജീവനും. ശരി, എങ്കിൽ സൂക്ഷിച്ചോളൂ, വലിയൊരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഡോക്ടർ കാട്ടിലേക്ക് മറയുന്നു. ഡോക്ടർ പോയതോടെ നാവികർക്ക് ആവേശമായി. അവർ പ്രഭാതഭക്ഷണം പോലും കഴിക്കാതെ നിധി തേടി പോകാൻ തയ്യാറെടുക്കുന്നു. സിൽവർ തൻ്റെ തോക്കും ഊന്നുവടിയും എടുക്കുന്നു. ജിമ്മിൻ്റെ അരയിൽ ഒരു കയർ കെട്ടി അതിൻ്റെ ഒരറ്റം സിൽവർ പിടിക്കുന്നു. നടക്ക്, സിൽവർ ആജ്ഞാപിക്കുന്നു. അങ്ങനെ ആ വിചിത്രമായ ഘോഷയാത്ര കാട്ടിലേക്ക് നീങ്ങുന്നു. മുന്നിൽ ആയുധമേന്തിയ നാവികർ, പിന്നിൽ ഒറ്റക്കാലുള്ള സിൽവറും കയറിൽ കെട്ടപ്പെട്ട ജിമ്മും. സിൽവറിന്റെ തോളിൽ പീസസ് ഓഫ് 8 എന്ന് വിളിച്ചു പറയുന്ന തത്ത. അവർ കാട് കയറുന്നു. ഭൂപടം നോക്കി സിൽവർ വഴി പറയുന്നു. സ്പൈഗ്ലാസ് ഹില്ലിന്റെ തെക്കു പടിഞ്ഞാറ് വലിയ മരത്തിന്റെ ചുവട്ടിൽ. യാത്ര ദുഷ്കരമാണ്. കുത്തനെയുള്ള കയറ്റങ്ങൾ. ചൂട് കൂടിക്കൂടി വരുന്നു. പെട്ടെന്ന് മുന്നിൽ നടന്ന നാവികൻ ഭയന്നുകൊണ്ട് നിലവിളിക്കുന്നു. നോക്കൂ, അവിടെ! എല്ലാവരും ഓടിച്ചെല്ലുന്നു. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യ അസ്ഥികൂടം കിടക്കുന്നു. അത് വെറുതെ കിടക്കുകയല്ല, അതിൻ്റെ കൈകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് ചൂണ്ടിവെച്ചിരിക്കുകയാണ്. ഇത് അല്ലാർഡൈസാണ്. സിൽവർ തിരിച്ചറിയുന്നു. ഫ്ലിൻറ്റിന്റെ പഴയ സംഘത്തിലെ അംഗം. ഫ്ലിൻറ്റ് അവനെ കൊന്ന് നിധിയിലേക്കുള്ള വഴികാട്ടിയായി ഇവിടെ വച്ചിരിക്കുകയാണ്. ഇത് കണ്ടതോടെ നാവികർക്ക് ഭയം കൂടുന്നു. ഈ കാട്ടിൽ ഇപ്പോഴും ഫ്ലിൻറ്റിന്റെ ആത്മാവ് അലയുന്നുണ്ടോ? എങ്കിലും സ്വർണത്തോടുള്ള ആർത്തി അവരെ മുന്നോട്ട് നയിക്കുന്നു. അവർ വീണ്ടും നടക്കുന്നു. ഒടുവിൽ ഭൂപടത്തിൽ പറഞ്ഞ ആ സ്ഥലം അടുത്തെത്തുന്നു. വലിയൊരു പൈൻ മരം. അതിന് താഴെയാണ് നിധി. 700 ലക്ഷം പൗണ്ട് വിലമതിക്കുന്ന സ്വർണം. നാവികർ ആവേശത്തോടെ ഓടാൻ തുടങ്ങുന്നു. സിൽവർ കിതച്ചുകൊണ്ട് ജിമ്മിനെയും വലിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ തിളക്കമില്ല. പകരം ഒരു ഭ്രാന്തമായ ആവേശമാണ്. വാടാ ജിം, നമ്മൾ പണക്കാരാകാൻ പോകുന്നു. പക്ഷേ അവർ ആ മരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച സിൽവറിന്റെയും നാവികരുടെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു. ജിമ്മിന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലത്തെ ഒരു കാഴ്ച. ആ വലിയ പൈൻ മരത്തിന്റെ ചുവട്ടിൽ കാട്ടിലാടുന്ന പുല്ലുകൾക്കിടയിൽ കണ്ട ആ കാഴ്ച സിൽവറിനെയും കൂടെയുള്ള 5 കൊള്ളക്കാരെയും സ്തംഭിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചു. അവിടെ ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴി പണ്ടെപ്പോഴോ കുഴിച്ചു മൂടിയതാണ്. എന്നാൽ ഇപ്പോഴത് വീണ്ടും ആരോ മാന്തിയിരിക്കുന്നു. കുഴിക്കുള്ളിൽ ആകെ അവശേഷിച്ചിരുന്നത് ഒരു പഴയ മരപ്പലകയാണ്. അതിൽ വാൾറസ് എന്ന് കരികൊണ്ടെഴുതിയിരിക്കുന്നു. അത് ക്യാപ്റ്റൻ ഫ്ലിൻറ്റിന്റെ പഴയ കപ്പലിന്റെ പേരായിരുന്നു. കുഴി ശൂന്യമാണ്. 7.5 ലക്ഷം പൗണ്ട് വിലമതിക്കുന്ന സ്വർണം അതവിടെ ഇല്ല. ആരോ അത് നേരത്തെ തന്നെ കൊണ്ടുപോയിരിക്കുന്നു. ആ നിമിഷം കൊള്ളക്കാരുടെ മുഖത്തെ ആർത്തിയും ആവേശവും മാറി പകരം കൊലവരിയും നിരാശയും നിഴലിച്ചു. അവർ സിൽവറിനെ രൂക്ഷമായി നോക്കി. ഇതാണോ നിന്റെ നിധി? ജോർജ് മെറി എന്ന കൊള്ളക്കാരൻ അലറി. ഇതാണോ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സ്വർണം? നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലടാ ഒറ്റക്കാലി. സിൽവറിനെ അപകടം മണത്തു. ഒരു നിമിഷം പോലും കളയാതെ അയാൾ ജിമ്മിന്റെ കയ്യിൽ ഒരു തോക്ക് രഹസ്യമായി വെച്ചുകൊടുത്തു. ജിം, എന്റെ പിന്നിൽ നിൽക്ക്. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പോകുകയാണ്. സിൽവർ ചുണ്ടുകൾ അനക്കാതെ മന്ത്രിച്ചു. ആ സമയത്തും സിൽവറിന്റെ ബുദ്ധി ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുകയായിരുന്നു. നിധി നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞ നിമിഷം തന്നെ അയാൾ പഴയ കൊള്ളക്കാരുടെ നേതാവ് എന്ന വേഷം അഴിച്ചുമാറ്റി വീണ്ടും ജിമ്മിന്റെ പക്ഷത്തേക്ക് ചാടിയിരിക്കുന്നു. 2 ഗിനി, വെറും 2 ഗിനി മാത്രമാണിതിലുള്ളത്. കുഴിയിൽ നിന്ന് കിട്ടിയ 2 നാണയങ്ങൾ ഉയർത്തിക്കാട്ടി മെറി അലറി. നമ്മുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന് ഇവൻ തന്നതിതാണ്. അവനെ വെറുതെ വിടരുത്. മെറിയും മറ്റ് 4 പേരും കൂടി സിൽവറിനെയും ജിമ്മിയെയും വളഞ്ഞു. അവർ കഠാരകൾ ഉയർത്തി. സിൽവർ ഒട്ടും കൂസലില്ലാതെ തൻ്റെ തോക്കുയർത്തിപ്പിടിച്ചു. എന്നാൽ 5 പേരെ നേരിടാൻ അവർക്ക് കഴിയില്ലെന്നുറപ്പായിരുന്നു. മെറി ചാടി വീഴാൻ തയ്യാറെടുത്തു. പെട്ടെന്ന് തൊട്ടടുത്തുള്ള കാട്ടിലെ കുറ്റിക്കാട്ടിൽ നിന്ന് വെടിയൊച്ചകൾ ഉയർന്നു. ജോർജ് മെറി നെഞ്ചിൽ വെടിയേറ്റ് കുഴിയിലേക്ക് മറിഞ്ഞു വീണു. മറ്റൊരു കൊള്ളക്കാരൻ കൂടി വീണു. ബാക്കിയുള്ള 3 പേർ ഭയന്ന് വിറച്ചു. അവർ തിരിഞ്ഞു നോക്കാതെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പുകപടലങ്ങൾക്കിടയിലൂടെ ഡോക്ടർ ലിവ്സിയും ഗ്രേയും ബെൻ ഗണ്ണും തോക്കുകളുമായി പുറത്തുവന്നു. ഡോക്ടർ, നിങ്ങൾ കൃത്യസമയത്താണ് ഉയർന്നത്, സിൽവർ ആശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനും ഈ പയ്യനും ഇപ്പോൾ ഇറച്ചി കഷ്ണങ്ങളായേനെ. ജിം ഓടിച്ചെന്ന് ഡോക്ടറെ കെട്ടിപ്പിടിച്ചു.
അപ്പോഴാണ് ഈ വലിയ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നത്. ബെൻ ഗൺ, ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ആ മനുഷ്യൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. 2 മാസം മുൻപ് തന്നെ അയാൾ ഈ നിധി കണ്ടുപിടിച്ചിരുന്നു. ആരും കാണാതെ ഓരോ ദിവസവും കുറേശ്ശെയായി സ്വർണം മുഴുവൻ അയാൾ തൻ്റെ ഗുഹയിലേക്ക് മാറ്റി. അതാണ് കുഴിശൂന്യമായി കിടക്കാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ആ ഭൂപടം തന്നത്, സിൽവർ, ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഭൂപടം കൊണ്ട് ഇനി ഒരു ഉപയോഗവുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ കാട്ടിലേക്ക് പറഞ്ഞുവിട്ടാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി നിധി കപ്പലിലേക്ക് മാറ്റാൻ സമയം കിട്ടും. അവരെല്ലാവരും കൂടി ബെൻ ഗണ്ണിൻ്റെ ഗുഹയിലേക്ക് നടന്നു. ദ്വീപിൻ്റെ വടക്കുഭാഗത്തുള്ള ഒരു വലിയ പാറക്കെട്ടിനുള്ളിലായിരുന്നു ആ ഗുഹ. അകത്തേക്ക് കടന്നപ്പോൾ ജിം കണ്ട കാഴ്ച അവൻ്റെ കണ്ണുകളെ വിസ്മയിപ്പിച്ചു. ഗുഹയുടെ ഒരു മൂലയിൽ വലിയൊരു തീയിട്ടിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ തറയിൽ കൂമ്പാരമായി കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ, സ്പാനിഷ് ഡബ്ലൂണുകൾ, ഫ്രഞ്ച് ലൂയിസ് ഡി ഓറുകൾ, ഇംഗ്ലീഷ് ഗിനികൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ. ചതുരത്തിലുള്ളവ, വട്ടത്തിലുള്ളവ, ദ്വാരമുള്ളവ. ഒരു ശരത്കാലത്തെ ഇലകൾ പോലെ അവ കുന്നുകൂടി കിടക്കുന്നു. ആ സ്വർണത്തിൻ്റെ തിളക്കം ഗുഹയെ മുഴുവൻ പ്രകാശമാനമാക്കിയിരുന്നു. ആ കാഴ്ച കണ്ട് സിൽവർ പോലും അറിയാതെ കൈകൂപ്പിപ്പോയി. ഗുഹയുടെ ഒരറ്റത്ത് ക്യാപ്റ്റൻ സ്മോളറ്റ് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിവുകൾ ഭേദമായി വരുന്നു. ജിമ്മിനെ കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ എഴുന്നേറ്റു. ജിം, നീ വലിയൊരു വീരനാണ്. പക്ഷേ ഇനിമേലാൽ എൻ്റെ കപ്പലിൽ നിന്നെ ഞാൻ കയറ്റില്ല. നീ വല്ലാത്തൊരു തലവേദനയാണ്, ക്യാപ്റ്റൻ തമാശയായി പറഞ്ഞു. എന്നിട്ട് സിൽവറിനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു, നിനക്ക് നാണമില്ലേ സിൽവർ, വീണ്ടും ഇങ്ങോട്ട് വരാൻ? എനിക്ക് ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് വന്നതാണ് ക്യാപ്റ്റൻ, സിൽവർ വിനയത്തോടെ തലകുനിച്ചു. ഇനി ഞാൻ നിങ്ങളുടെ തടവുകാരനാണ്. അടുത്ത 3 ദിവസങ്ങൾ കഠിനമായ ജോലിയുടേതായിരുന്നു. ബെൻ ഗണ്ണിൻ്റെ ഗുഹയിൽ നിന്ന് സ്വർണം മുഴുവൻ നോർത്ത് ഇൻലെറ്റിൽ കിടക്കുന്ന ഹിസ്പാനിയോളയിലേക്ക് മാറ്റണം. അവർ ചാക്കുകളിലും പെട്ടികളിലുമായി സ്വർണം ചുമന്ന് മലയിറങ്ങി. ജിമ്മും ബെൻ ഗണ്ണും നാണയങ്ങൾ തരംതിരിച്ചു. സിൽവർ ഒരു കൂലിപ്പണിക്കാരനെ പോലെ എല്ലാം അനുസരിച്ച് കൂടെ നിന്നു. അയാൾക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. 4-ാം ദിവസം അവർ ദ്വീപ് വിടാൻ തയ്യാറെടുത്തു. വെള്ളവും ഭക്ഷണവും കപ്പലിൽ നിറച്ചു. എന്നാൽ കാട്ടിലേക്ക് ഓടിപ്പോയ ആ 3 കൊള്ളക്കാരുടെ കാര്യമെന്താകും? അവരെ കപ്പലിൽ കയറ്റിയാൽ വീണ്ടും പ്രശ്നമാകും. അവരെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയാൽ തൂക്കിക്കൊല്ലേണ്ടി വരും. നമുക്കവരെ ഇവിടെ തന്നെ വിട്ടേക്കാം, ഡോക്ടർ നിർദ്ദേശിച്ചു. അതാണ് അവർക്കും നല്ലത്. തൂക്കുമരത്തേക്കാൾ ഭേദം ഈ ദ്വീപിലെ ജീവിതമാണ്. അങ്ങനെ അവർ ആ 3 പേർക്കായി കുറച്ച് വെടിമരുന്നും ഭക്ഷണവും വസ്ത്രങ്ങളും പുകയിലയും കരയിൽ വെച്ചു. ബെൻ ഗണ്ണിൻ്റെ ഗുഹയും അവർക്ക് ഉപയോഗിക്കാം. കപ്പൽ ദ്വീപിൽ നിന്ന് അകലാൻ തുടങ്ങി. ആ സമയം കാട്ടിൽ നിന്ന് ആ 3 കൊള്ളക്കാർ തീരത്തേക്ക് ഓടി വന്നു. ഞങ്ങളെ ഇട്ടിട്ട് പോകരുതേ, ഞങ്ങളെ കൊന്നോളോ, പക്ഷെ ഇവിടെ ഉപേക്ഷിക്കരുതേ. അവർ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു വിളിച്ചു. കപ്പലിലുള്ളവർക്ക് സങ്കടം തോന്നിയെങ്കിലും മടഞ്ഞുപോക്ക് അസാധ്യമായിരുന്നു. കപ്പൽ ഉൾക്കടൽ കടന്ന് തുറന്ന സമുദ്രത്തിലേക്ക് നീങ്ങി. കൊള്ളക്കാരിലൊരാൾ ദേഷ്യം കൊണ്ട് കപ്പലിനു നേരെ വെടിവെച്ചു. പക്ഷേ ഉണ്ട കപ്പലിൽ കൊണ്ടില്ല. ഹിസ്പാനിയോള ചക്രവാളത്തിലേക്ക് കുതിച്ചു. നിധിദ്വീപ് ഒരു ചെറിയ പൊട്ടുപോലെ മറഞ്ഞുപോയി. മടക്കയാത്ര ശാന്തമായിരുന്നു. സിൽവർ കപ്പലിലെ പഴയ ജോലികൾ ഏറ്റെടുത്തു. അയാൾ ആരുമായും അധികം സംസാരിച്ചില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് അനുസരണയോടെ നടന്നു. പക്ഷെ ജിമ്മിനും മറ്റുള്ളവർക്കും അറിയാമായിരുന്നു ആ ചിരിക്കു പിന്നിൽ ഇപ്പോഴും ആ പഴയ തന്ത്രശാലിയുണ്ടെന്ന്. അവർ ആദ്യം ഒരു സ്പാനിഷ് തുറമുഖത്തടുത്തു. അവിടെ പുതിയ നാവികരെ കണ്ടെത്താനും സാധനങ്ങൾ വാങ്ങാനും കപ്പൽ നങ്കൂരമിട്ടു. ആ രാത്രി എല്ലാവരും കരയിൽ പോയി തിരികെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ലോങ് ജോൺ സിൽവർ കാണാനില്ല. അയാളുടെ കൂടെ ഒരു ചെറിയ ചാക്ക് നാണയങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഏകദേശം 300-350 ഗിനികൾ. അത് സിൽവർ മോഷ്ടിച്ചതാണ്. ബെൻ ഗണ്ണാണ് സിൽവറിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് പിന്നീട് അവർ അറിഞ്ഞു. അവൻ പോയത് നന്നായി. അവൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സമാധാനമായി ഉറങ്ങില്ല. അങ്ങനെ ആ ഒറ്റക്കാരുള്ള നാവികൻ എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ നിന്നും മറഞ്ഞുപോയി. അയാൾ എവിടെ പോയി എന്തു ചെയ്യുന്നുവെന്ന് പിന്നീട് ആരും അറിഞ്ഞില്ല. ഒരുപക്ഷെ അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകാം. ആ പഴയ തത്ത ക്യാപ്റ്റൻ ഫ്ലിൻറ്റ് ഇപ്പോഴും അയാളുടെ തോളിലിരുന്ന് പീസസ് ഓഫ് 8 എന്ന് വിളിച്ചു പറയുന്നുണ്ടാകാം. ഹിസ്പാനിയോള ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ തിരിച്ചെത്തി. ആ വലിയ നിധി അവർ വീതിച്ചെടുത്തു. ക്യാപ്റ്റൻ സ്മോളറ്റ് ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിച്ചു. ഗ്രേ എന്ന നാവികൻ തനിക്ക് കിട്ടിയ പണം കൊണ്ട് പഠിച്ച്
സ്വന്തമായി ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനായി. ബെൻ ഗൺ തനിക്ക് കിട്ടിയ 1000 പൗണ്ട് വെറും 19 ദിവസം കൊണ്ട് ചിലവാക്കി തീർത്തു. പിന്നീട് അയാൾ ഒരു പള്ളിയിലെ കാവൽക്കാരനായി ജീവിച്ചു. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ നിധിദ്വീപ് ഒരു ഓർമ്മയാണ്. ദ്വീപിൽ ഇനിയും ബാക്കി വെള്ളി നാണയങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സിൽവർ പറഞ്ഞിരുന്നു. പക്ഷേ അതെടുക്കാൻ ഇനിയൊരിക്കലും അങ്ങോട്ട് പോകില്ലെന്ന് ജിം തീരുമാനിച്ചു. രാത്രികളിൽ തിരമാലകൾ അടിച്ചു കയറുന്ന ശബ്ദം കേൾക്കുമ്പോൾ ജിം ഞെട്ടിയുണരും. സ്വപ്നങ്ങളിൽ ഇപ്പോഴും ആ ദ്വീപിലെ പാറക്കെട്ടുകളും സിൽവറിൻ്റെ തത്തയുടെ കരച്ചിലും അവനെ വേട്ടയാടുന്നു. പീസസ് ഓഫ് 8, പീസസ് ഓഫ് 8. അതൊരു പേടി സ്വപ്നമാണെങ്കിലും ജിം ഹോക്കിൻസ് എന്ന ബാലനെ അത് വലിയൊരു മനുഷ്യനാക്കി മാറ്റി. കടൽ അവനെ ധൈര്യം പഠിപ്പിച്ചു. ചതിയും സ്നേഹവും തിരിച്ചറിയാൻ പഠിപ്പിച്ചു. ആ അഡ്മിറൽ ബെൻബോ സത്രത്തിലെ പഴയ ജിമ്മല്ല ഇപ്പോഴവൻ. ലോകം കണ്ട, ജീവിതമറിഞ്ഞ ഒരു പുതിയ ജിം. ഇനി നമുക്ക് പതിയെ വിശ്രമത്തിലേക്ക് നീങ്ങാം. കഥകൾ അവസാനിക്കുമ്പോൾ എപ്പോഴും ഒരു നിശബ്ദതയുണ്ട്, അല്ലേ? കടൽ ശാന്തമാകുന്നതുപോലെ ഹിസ്പാനിയോള അതിൻ്റെ യാത്ര അവസാനിപ്പിച്ചു. ജിമ്മും കൂട്ടുകാരും അവരുടെ വീടുകളിൽ സുരക്ഷിതമായ കിടക്കകളിൽ സമാധാനത്തോടെ ഉറങ്ങുന്നു. ആ ദ്വീപ് അതിപ്പോഴും അവിടെയുണ്ട്. തിരമാലകൾ അതിൻ്റെ തീരങ്ങളെ തഴുകുന്നു. കാറ്റ് മരങ്ങളിൽ സംഗീതം പൊഴിക്കുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആർത്തിയില്ല, യുദ്ധമില്ല. പ്രകൃതി അതിൻ്റെ ശാന്തത തിരിച്ചുപിടിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും ഓരോ ചെറിയ സാഹസിക യാത്രകളാണ്. തിരക്കുകൾ, ഓട്ടങ്ങൾ, ആശങ്കകൾ. എന്നാൽ രാത്രിയാകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം തുറമുഖത്ത് തിരിച്ചെത്തുന്നു. നിങ്ങളുടെ ഈ കിടപ്പുമുറി, ഈ മെത്ത, ഈ തലയണ, ഇതാണ് നിങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ട. ഇവിടെ നിങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല. ഇവിടെ സമാധാനം മാത്രമേ ഉള്ളൂ. കണ്ണുകൾ മെല്ലെ അടയ്ക്കാം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ആ സമുദ്രത്തിൻ്റെ താളത്തിനൊത്തു ക്രമീകരിക്കാം. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം സമാധാനവും പുറത്തേക്ക് വിടുന്ന ശ്വാസം ക്ഷീണവുമാകട്ടെ. ആകാശത്ത് നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കാവലിരിക്കുന്നുണ്ട്. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ കാത്തുനിൽക്കുന്നു. നാളെ പുതിയൊരു സൂര്യനുദിക്കും, പുതിയ പ്രതീക്ഷകളുമായി. അതുവരെ എല്ലാം മറന്ന് ഈ നിമിഷത്തിൻ്റെ ശാന്തതയിൽ ലയിക്കാം. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.